ഇന്ന് വൈകുന്നേരം പോകേണ്ടൊരു ഫ്ലൈറ്റ്. ഓക്കെ, അപ്പോൾ പൈലറ്റ് എന്തായാലും ഹോട്ടലിലായിരിക്കുമല്ലോ നിൽക്കുന്നത്, മാരിയറ്റിലോ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലായിരിക്കും. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഇടിയും പിടിയും മഴ പെയ്ത് ഭയങ്കര ഒരു വെതറിൽ ഭയങ്കര ചേഞ്ച് വന്നു. അപ്പോൾ പൈലറ്റ് എന്ത് തീരുമാനം എടുക്കും? ഇന്ന് പറത്തണ മഴയും കാറ്റും അല്ലേ, അങ്ങനെയുള്ള തീരുമാനമാണോ ചെയ്യുന്നത്? അതനുസരിച്ച് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? അങ്ങനെ പെട്ടെന്നൊരു മഴ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു, പക്ഷേ കൂടുതൽ വെതേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളും ഡാറ്റകളൊക്കെ ഇവർക്ക് അവൈലബിൾ ആണ്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അഡ്വേഴ്സ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറേ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോ എയർപോർട്ടുകൾക്കും എയർക്രാഫ്റ്റുകൾക്കും പൈലറ്റിന്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇത് നോക്കിയിട്ട് ഇവർ ടേക്ക് ഓഫ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പൈലറ്റിന് കമാൻഡ്, അതായത് ക്യാപ്റ്റന് തീരുമാനിക്കാൻ പറ്റും ഈ എയർക്രാഫ്റ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഒരു പൈലറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പൈലറ്റ് ആകേണ്ടത്? ഏതൊക്കെ ഘട്ടത്തിലൂടെ അവൻ കടന്നു പോകണം? അവൻ്റെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരിക്കണം ആക്ച്വലി? ഓക്കെ, ആദ്യമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും ഉള്ള സ്ട്രീം സെലക്ട് ചെയ്യാം. അതൊരു പക്ഷേ ബയോളജി ഉള്ളതായിരിക്കാം, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതായിരിക്കാം. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിച്ചവരൊക്കെ ഞങ്ങൾക്ക് എൻക്വയറി വരാറുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പൈലറ്റ് ആകാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കും പറ്റും. എൻ്റെത് 40 ആണ് എൻ്റെ ഏജ്, 40+ ആണ് എൻ്റെ ഏജ്. എനിക്കിനി പൈലറ്റ് ആകാൻ സാധിക്കും? ആക്ച്വലി പറ്റും. നമുക്ക് നിങ്ങളെ 14 നമുക്ക് 18 കാര്യം നോക്കേണ്ടതില്ല. പിന്നെ നമുക്ക് വേണ്ടത് എക്സാംസ് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ടി വരും എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടതുള്ളത്. പിന്നെ മെഡിക്കലാണ് ഇതിൽ അത്യാവശ്യം പ്രധാനമായിട്ടും വരുന്നത്. ക്ലാസ് 2, ക്ലാസ് 1 എന്നിട്ട് 2 മെഡിക്കൽസ് വരുന്നത്. അപ്പോൾ ഈ ഫ്ലൈയിങ് ചെയ്യുന്ന മുന്നേ, ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പൈലറ്റ് എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരിക്കും എടുക്കുന്നത്? ആക്ച്വലി ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ആക്ച്വലി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു കാർ എടുക്കുന്ന പോലെ നമ്മൾ നേരെ വന്ന് വാതിൽ തുറന്ന് സ്റ്റാർട്ടാക്കി പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഇന്ന് ഒരുപാട് ഓട്ടോമേറ്റഡ് ആണ് എയർക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഫസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം തന്നെ ഫുൾ ഓട്ടോ പൈലറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ ഈ ഓട്ടോ പൈലറ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് പൈലറ്റ്സ് കൊടുക്കണം. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ബിസിനസ്സിൽ സക്സസ് ആയ ആളുകളൊക്കെയാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. പക്ഷേ ഇന്ന് വന്നേക്കുന്നത് പൈലറ്റുമാരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ ഒരു പൈലറ്റ് ആകണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, പൈലറ്റുമാരുടെ ജീവിത രീതി എങ്ങനെയാണ്, പൈലറ്റായാൽ ഏതൊക്കെ ജോലികൾ കിട്ടും, അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് സാബിത്ത്, ഇത് ഖാസിം, ഇത് ഷബാബ്. 3 പേര് കാലിക്കറ്റ് ബേസ്ഡ് ആണ് അല്ലേ? ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, എന്നോട് ഈ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര ത്രില്ലുണ്ടായി. എൻ്റെ ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഈ യാത്ര ചെയ്യുന്നതാണല്ലോ. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് പൈലറ്റുമാർ. അപ്പോൾ അവരെങ്ങനെ ഇതിലേക്ക് എത്തി, ഇവരെങ്ങനെയായിരിക്കും ഇവരുടെ ജീവിത രീതികളൊക്കെ ഒന്ന് അറിയാനൊക്കെ എനിക്കൊരു പേഴ്സണലി പണ്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം, ഒരു പൈലറ്റ് ആകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പൈലറ്റ് ആകേണ്ടത്? ഏതൊക്കെ ഘട്ടത്തിലൂടെ അവൻ കടന്നു പോകണം? അവൻ്റെ വിദ്യാഭ്യാസ രീതി എങ്ങനെയായിരിക്കണം ആക്ച്വലി? ഓക്കെ, ആദ്യമായിട്ട് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് സ്ട്രീമാണ് സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും ഉള്ള സ്ട്രീം സെലക്ട് ചെയ്യാം. അതൊരു പക്ഷേ ബയോളജി ഉള്ളതായിരിക്കാം, കമ്പ്യൂട്ടർ സയൻസ് ഉള്ളതായിരിക്കാം. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. പഠിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഫിസിക്സും മാത്സും വേണം. അതാണ് ബേസിക് ആയിട്ട് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൈലറ്റിന്റെ കോഴ്സിലോട്ട് കടക്കാൻ പറ്റും. പിന്നെ പൊതുവെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിച്ചവരൊക്കെ ഞങ്ങൾക്ക് എൻക്വയറി വരാറുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പൈലറ്റ് ആകാൻ പറ്റൂല എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കും പറ്റും. നമുക്ക് NIOS എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അതിൽ ഈ മാത്സും ഫിസിക്സും എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അവർക്കും പൈലറ്റിലോട്ട് വരാൻ പറ്റും. ഈ ഇത്ര % ഓഫ് മാർക്ക് ഇതിന് ആവശ്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടോ? ഇല്ല, ഒരു പൈലറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാസിംഗ് മാർക്ക് മതി. ജസ്റ്റ് +2 10+2 പാസിംഗ് മാർക്ക് മാത്രം മതി. പക്ഷേ പെർസെൻറ്റേജിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർലൈൻ്റെ കേസിലാണ്. ഇപ്പോൾ ചില എയർലൈൻസ് നമുക്ക് കട്ട് ഓഫ് വെക്കും. അതായത് ഇപ്പോൾ 60% ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയുള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു പാസിംഗ് റിക്വയർമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് പെർസെൻറ്റേജ് എന്നുള്ള റിക്വയർമെൻറ്റ് അവിടെ വരുന്നില്ല. ഇപ്പോൾ ഷബാബെന്നല്ല പേര്, ഷബാബിൻ്റെ ഒരു കാര്യം നമ്മൾ ചോദിക്കണേ, നിങ്ങളിപ്പോഴും ഒരു എന്ത് പൈലറ്റാണ്? കൊമേഴ്ഷ്യൽ പൈലറ്റാണോ,
അല്ലെങ്കിൽ പ്രൈവറ്റ് എന്നല്ലേ പറയുന്നത്? അതെ അല്ലേ? എന്താണ് നിങ്ങൾ ആക്ച്വലി അത്? ഞങ്ങളെല്ലാവരും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ആണ്. അതായത് നമുക്കൊരു എയർലൈൻസിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു സാലറീഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി നമുക്കിതൊരു പ്രൊഫഷൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അക്വേർഡ് ചെയ്യാവേണ്ട ഒരു ലൈസൻസ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്, CPL എന്ന് പറയും. പിന്നെ നിങ്ങൾ ചോദിച്ച തന്നെ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, അത് ഇതിൻ്റെ താഴെ വരുന്നൊരു ലൈസൻസ് ആണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു എയർക്രാഫ്റ്റ് ഉണ്ട്, നമുക്ക് സാലറീഡ് ആയിട്ടല്ല റെമ്യൂണറേഷൻ കാര്യങ്ങളൊന്നും വാങ്ങാണ്ട് നമുക്ക് നോർമലി നമ്മൾ ജോളി ഫ്ലൈങ്ങിന് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് യൂസ് ചെയ്യാനുള്ളൊരു എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ഫ്ലൈ ചെയ്യാൻ നമുക്ക് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് മതി. അല്ലാതെ നമുക്കൊരു പ്രൊഫഷൻ ആക്കണം, സാലറീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ലൈസൻസ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഞങ്ങളെല്ലാവരും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹോൾഡേഴ്സ് ആണ്. എന്താണ് കൊമേഴ്ഷ്യൽ പൈലറ്റും ഈ പ്രൈവറ്റ് ലൈസൻസ് ഹോൾഡറും തമ്മിലുള്ള വ്യത്യാസവും എന്താണ് ആക്ച്വലി? ഇപ്പോൾ ഷബാബ് ചോദിച്ചപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊരു ക്യൂരിയോസിറ്റി ആയത് ആക്ച്വലി. ഡിഫറൻസ് നമുക്ക് 3 തരത്തിൽ ലൈസൻസ് വരുന്നത്. ആദ്യം SPL സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ്, സ്റ്റുഡൻറ് പൈലറ്റ്. അത് കഴിഞ്ഞിട്ട് PPL പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്, പിന്നെ CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഈ PPL കിട്ടാൻ വേണ്ടി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40-50 ഹവേഴ്സ് ആണ്. 40 to 50 ഹവേഴ്സ് ഫ്ലൈ ചെയ്യണം. നമ്മളൊരു ഇൻസ്ട്രക്ടറുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യണം. അതിനിടയ്ക്ക് സോളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോളോ മീൻസ് ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുക, അങ്ങനെ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഒരു 150 ഹവേഴ്സും കൂടെ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈസൻസ് ആണ് CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. CPL കിട്ടാൻ നമുക്ക് വേണ്ട ടോട്ടൽ ഹവേഴ്സ് വരുന്നത് 200 ഹവേഴ്സ് ആണ്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻഡിഗോ അല്ലെങ്കിൽ എയർ ഇന്ത്യ, എമിറേറ്റ്സിലൊക്കെ ഉള്ള ആളുകളൊക്കെ കൊമേഴ്ഷ്യൽ പൈലറ്റുകളാണ് അവർ, അല്ലേ? അവരൊക്കെ കൊമേഴ്ഷ്യൽ പൈലറ്റാണ്. ഈ ഇപ്പോൾ സാബിത്ത് പറഞ്ഞില്ലേ സ്റ്റുഡൻസ് പൈലറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പാരൻസിന് എൻ്റെ മക്കളെയും ഒരുപക്ഷെ സ്റ്റുഡൻറ്റ് പൈലറ്റ് ആക്കാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. എന്താണ് ആക്ച്വലി അത്? ജസ്റ്റ് നമുക്കൊരു ബിഗിനിങ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് ആണ് ഈ സ്റ്റുഡൻറ്റ് പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്നത്. അത് ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ലൈസൻസ് ആണ്. അതാണ് ലൈസൻസ്, സ്റ്റുഡൻസ് ലൈസൻസ്. ഈ നിങ്ങൾ 3 പേരും എത്ര മണിക്കൂർ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്? ഞങ്ങളെല്ലാവരും 200 ഹവേഴ്സ് എബോ ഫ്ലൈ. 200 ഹവേഴ്സോളം. ഈ സാബിത്ത് എങ്ങനെയാണ്? സാബിത്ത് ആക്ച്വലി ഒരു പൈലറ്റ് ആയതിൻ്റെ ജേർണി എങ്ങനെയാണ് ആക്ച്വലി? ഓക്കെ, അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഞാനിങ്ങനെ ചെറുപ്പം മുതലേ എല്ലാവരോടും ഞാനിപ്പം കുറച്ച് കാലം ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു, ഗ്രൗണ്ട് ഇൻസ്ട്രക്ടറായിട്ട്. അപ്പം ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് പൈലറ്റ് ആയത് ചോദിക്കുമ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് വരുന്ന ഒരു ആൻസറാണ് ചൈൽഡ്ഹുഡ് ഡ്രീം എന്നുള്ളത്. അപ്പോൾ എനിക്കും അതുപോലെ ഒരു ഡ്രീം ആയിരുന്നു. പിന്നീട് ഇങ്ങനെ അത് മെക്കാനിക്കൽ എഞ്ചിനീയറിലോട്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിലോട്ടൊക്കെ പോയിട്ട് ലാസ്റ്റ് 10ാം ക്ലാസ് എത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്തായാലും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയുണ്ടായത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ പൈലറ്റ് ആവാൻ പറ്റുമെന്ന് ഓൾറെഡി ഞാൻ അന്വേഷിച്ച് വെച്ചിരുന്നു. പിന്നെ +2 എക്സാം ആ സമയത്ത് കോവിഡ് ആയിരുന്നു. ആ സമയത്ത് വീട്ടിലിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനീഷ്യലി ഭയങ്കര വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, ജോലി കിട്ടുമോ, ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരുപാട് യൂട്യൂബിൽ വീഡിയോസും കുറവാണ്. ഇത് പറഞ്ഞു തരാൻ ആൾക്കാർ വളരെ കുറവാണ്. ഈവൻ കരിയർ ഗൈഡൻസ് ആൾക്കാരുടെ അടുത്ത് പോയി ചോദിച്ചാൽ പോലും, ഞാൻ തന്നെ ഒരാളോട് പോയി ചോദിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോബോട്ട്സും ഓട്ടോമേഷനും കൂടുതൽ വരല്ലേ, പൈലറ്റുമാരെ ജോലി പോകുന്നുള്ളത്. പക്ഷേ ഞാൻ പിന്നീട് ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പൈലറ്റിനോട് നിങ്ങൾ പോയിട്ട് ഒരു ഓട്ടോമേറ്റഡ് എയർക്രാഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ പറക്കുമോ, പിന്നിൽ ഒരു ഓട്ടോമേറ്റഡ് എയർക്രാഫ്റ്റിന്റെ പിന്നിൽ നിങ്ങൾ പറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നേ പറയുള്ളൂ. കാരണം ഏതൊരു പൈലറ്റും അങ്ങനെ പോകാൻ പേടിയാണ് അവർക്ക്. അപ്പം മെഷീൻസ് ആണ് അതുകൊണ്ട്. അപ്പം അങ്ങനെ +2 സമയത്ത് വീട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ പൈലറ്റ് ആവാൻ ആഗ്രഹമുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവരിതിൻ്റെ ഫിനാൻഷ്യൽ സൈഡും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ലാസ്റ്റ് ഇതിലോട്ട് അങ്ങ് ഇറങ്ങി. എവിടെ പഠിച്ചെന്ന് സാബിത്ത്? ഞാൻ ആദ്യം കേരളത്തിൽ ഇതിന് ഗ്രൗണ്ട് ക്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈയിങ് ചെയ്തു. ജോഹന്നാസ്ബർഗ് മാക്കോൺ ഏവിയേഷൻ അക്കാഡമി എന്ന് പറഞ്ഞു, അവിടെ നിന്നാണ് പഠിച്ചത്. ഈ ആക്ച്വലി ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സമയത്തും നിങ്ങൾ സൗത്ത് ആഫ്രിക്കയെ കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് ഈ സൗത്ത് ആഫ്രിക്കയിൽ പോയി ഇത് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണ് ആക്ച്വലി? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ്. നമുക്ക് എൻജോയ്, നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്ലൈ ചെയ്യാം. ഇപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫ്ലൈ ചെയ്ത ആൾക്കാരാണ്. അങ്ങനെ ചെയ്താണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ അതൊന്നും പറ്റില്ല ആക്ച്വലി. ഇന്ത്യയിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും നമുക്ക് പറ്റില്ല. ഇപ്പോൾ നമുക്ക് SPL വെച്ചിട്ട് നമുക്ക് എന്തായാലും നമുക്ക് ഒരുത്തിൻ്റെ കൂടെ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SPL കഴിഞ്ഞിട്ട് നമ്മൾ PPL എടുക്കും, അതായത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പാസഞ്ചറെ ക്യാരി ചെയ്യാൻ പറ്റും. പക്ഷേ പാസഞ്ചറെ കയ്യിൽ നമുക്കൊന്ന് റെമ്യൂണറേഷൻ വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അതായത് കൂടെ ഒരാൾ ഇരുത്തുന്നതല്ലേ പറയണത്? കൂടെ ഒരുത്തിനെ ഇരുത്തുക, അവനെ വെച്ചിട്ട് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി എൻജോയ് ചെയ്ത് ഫ്ലൈ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച ഇടയിൽ കുറച്ചുകൂടെ ഒരു ഇതിലൂടെ പഠിക്കാനൊക്കെ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് അല്ലേ?
അങ്ങനെ പറയാൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കയിൽ മാത്രമായിട്ടല്ല, നമുക്ക് ഒരുപാട് കൺട്രീസ് ഉണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ USA, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഈവൻ ഇന്ത്യയിൽ വരെ നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫ്ലൈ ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്കയിലാണെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് കൂടുതലായിട്ട് എക്സ്പോഷർ കാര്യങ്ങൾ കൂടുതൽ എക്സ്പോഷർ കിട്ടും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്നല്ല. പക്ഷേ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ യൂറോപ്പിൽ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പല ആളുകളും സെർബിയ പോലുള്ള കൺട്രീസിലും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലും പോകുന്നുണ്ട്. നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇതിലേക്ക് വന്നൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എന്ത് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ എത്തിയത്? ഞാനും ഇതേപോലെ ഈ പറയുന്ന 10th കഴിയുമ്പോഴാണ് 10th കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന ഒരു സംഭവമാണല്ലോ നമ്മളൊരു ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളൊരു സംഭവം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത് എന്ത് ചെയ്യണം. അതെ, ഞാൻ നോക്കിയിരുന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമായിരുന്നു. അതായത് ഒരുപാട് കാലം വർഷങ്ങളോളം പഠിച്ചിട്ട് അങ്ങനെ ഭയങ്കര പഠിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പെട്ടെന്ന് കഴിയുന്നത് ഏറ്റവും നല്ലൊരു യങ്സ്റ്റേഴ്സ്, ഇത് നമ്മളൊരു യങ് ഏജിൽ സെറ്റിൽഡ് ആവുക എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എന്തുകൊണ്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു വൈറ്റ് കോളർ, നല്ല ഹൈ പ്രൊഫൈൽ ജോബ്, നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമുക്ക് എന്ത് വേണ്ട ഒരു 2-3 years അല്ലെങ്കിൽ സെറ്റിൽഡ് ആവാൻ പറ്റുന്നുള്ള രീതിക്ക് അന്വേഷിച്ചപ്പം എനിക്ക് ഓപ്റ്റായിട്ട് തോന്നിയതായിരുന്നു ഇത്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ +2 കഴിഞ്ഞിട്ട് ഇതിലോട്ട് വരാം എന്നുള്ള ഒരു ഡിസിഷൻ എത്തിയത്. എവിടെ നിന്നാണ് പഠിച്ചത്? ഇതേപോലെ തന്നെ നിങ്ങളെല്ലാവരും സൗത്ത് ആഫ്രിക്കയിൽ പഠിച്ചത് അല്ലേ? ആദ്യത്തെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സ്വപ്നമാണല്ലോ ഒരു പൈലറ്റ് ആകുക എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായല്ലോ. ആദ്യത്തെ ഫ്ലൈയിങ് ചെയ്തപ്പോഴത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടുള്ള ഫ്ലൈയിങ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയി പോയിരുന്നു. വെച്ചാല് ഒരു ദിവസം രാവിലെ എണീച്ചു, തലേന്ന് വൈകുന്നേരം മെസ്സേജ് വന്നു, നാളെ നിങ്ങളെ ഫസ്റ്റ് ഇൻട്രോ ഫ്ലൈറ്റ് എന്നാണ് പറയാം, ഇൻട്രൊഡക്ഷൻ ഫ്ലൈറ്റ്. അപ്പോൾ നാളെ രാവിലെ നിങ്ങളെ ഇൻട്രോ ഫ്ലൈറ്റ് ആയിരിക്കും. ഒരു പൈലറ്റ് ഇൻസ്ട്രക്ടർ വന്നിട്ട് നിങ്ങൾ 4 പേര് ഒരു അരമണിക്കൂർ ഓരോരുത്തരെയും കൊണ്ടിട്ട് ക്യാരി ചെയ്തിട്ട് ഫ്ലൈ ചെയ്യും. നമ്മൾ ജസ്റ്റ് അന്നായിരിക്കും നമ്മൾ ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ ഓരോന്ന് പഠിക്കുന്ന ദിവസമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അണ്ടർ സ്ട്രെസ്സിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തലേന്ന് പറഞ്ഞു ഇങ്ങനെ ഫ്ലൈ ചെയ്യും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് മുടിയൊക്കെ വെട്ടിച്ചു, അത്യാവശ്യം അടിപൊളിയായി. കാരണം എന്താ വെച്ചാൽ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. കുറേ കാലം ഇത് പഠിച്ച് കാര്യങ്ങളൊക്കെ ഇതായിട്ട് ആദ്യമായിട്ട് പറക്കാൻ പോവാന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇതിലായിരിക്കും. ഞങ്ങളൊക്കെ പ്രിപ്പയർ ആയി രാവിലെ എണീച്ചു, കുളിയൊക്കെ കഴിഞ്ഞു, പോയി. കുറച്ചൊരു മൂടലൊക്കെ ഉണ്ട്, മേഘം കുറച്ച് മൂടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും പോയി. അവിടെ പോയി നിന്നപ്പം പറഞ്ഞു ഇന്ന് ഫ്ലൈയിങ് നടക്കൂല, കാരണം മഴയാണെന്ന് പറഞ്ഞിട്ട് നടന്നു. അപ്പോൾ അങ്ങനെ ഇത് ഇപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്ത് കുറച്ച് മേഘം കുറച്ചിങ്ങനെ മാറി തുടങ്ങുന്നത് കണ്ടപ്പം ഷബാബാന്ന് തോന്നുന്നു. ഷബാബ് പറഞ്ഞോളൂ ബാക്കി. അതായത് അത്യാവശ്യം എയർക്രാഫ്റ്റിൽ കാര്യങ്ങളൊക്കെ കയറിയിരുന്നു. ഞാൻ ഇൻസ്ട്രക്ടറും കൂടെ ടാക്സി ചെയ്ത് നമ്മൾ റൺവേയിൽ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുമല്ലോ. ടേക്ക് ഓഫ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് വീണ്ടും നമ്മൾ പവർ കൊടുത്തിട്ട് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. അതോടുകൂടി ഇൻസ്ട്രക്ടർ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം, ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടിയൊരു ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ അത് അങ്ങനത്തെ ഒരു നമ്മൾ എക്സ്പെക്റ്റഡ് ആവാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് മാറിപ്പോയി. പിന്നെ അത് സംഭവിച്ചു, നമുക്ക് പിന്നീട് കിട്ടി. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത് ഇതാണ് ശരിക്കും നടന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പാളിപ്പോയി. അല്ല, അതൊക്കെ ഇതിൽ പറഞ്ഞതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ മഴ ഉണ്ടാവും, നമുക്ക് വെതർ നോക്കണം. നമുക്കിപ്പോൾ ഇരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ലൈറ്റ് ഇട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ബുക്ക് എടുത്ത് പഠിച്ചാൽ മതി. പക്ഷെ ഈ ഫീൽഡ് അങ്ങനെയല്ല. നമ്മള് തലേന്ന് തന്നെ എന്ത് ചെയ്യും, നാളത്തെ വെതർ പ്രെഡിക്റ്റ് ചെയ്യും. നാളെ മഴ ഉണ്ടാവോ, വിൻഡ് എത്ര ഉണ്ടാവും, വിൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫാക്ടറാണ്. ഇതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നാളത്തെ ഫ്ലൈറ്റിന് വേണ്ടി ഫുൾ പ്രിപ്പയർ ചെയ്തിട്ട് രാവിലെ എണീച്ച് ഡ്രസ്സൊക്കെ മാറ്റി, യൂണിഫോം അറിയാലോ, മഴ പെയ്ത് അപ്പൊ അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ മഴ കാര്യങ്ങൾ. അപ്പൊ വെതറും കാര്യങ്ങളൊക്കെ നമുക്ക് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ട്രെയിനിങ് പീരീഡിൽ ഇതൊക്കെ കിട്ടുമ്പോഴേ നമ്മൾ ഇതിനിങ്ങോട്ട് അഡാപ്റ്റ് ആവുള്ളൂ. ഇത് കിട്ടണം. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ഡിലേ ആയി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചില കമ്പനീസിനൊക്കെ കുറ്റം പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ആൾക്കാർക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഡിലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെ വെതറിന്റെ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഡിലേസ് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങളുടെ ഈ ട്രെയിനിങ് പീരീഡിൽ ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതിനു വേണ്ടി ട്രെയിൻഡ് ആവും. കാരണം ഒരു പക്ഷേ ഫുള്ളി മാറ്റി ഒരുങ്ങി അവിടെ പോയിട്ട് ക്യാൻസലായി തിരിച്ച് വീട്ടിൽ വരും. അന്ന് കൂടെ നിങ്ങളുടെ കൂടെ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നല്ലോ ഇനിഷ്യലി. അപ്പൊ ഒറ്റയ്ക്ക് പറത്തിച്ച വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ ഹാസിം നിങ്ങൾ പറയണത്? ഒറ്റയ്ക്ക് നമുക്ക് എന്തായാലും ഒറ്റയ്ക്ക് പറക്കണം നമ്മൾ. അതായത് ഇതിന്റെ റിക്വയർമെന്റ് ആണ്. അതായത് മിനിമം 100 hours നമ്മൾ എയർക്രാഫ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് പറക്കണം. ഇവിടെ നമ്മൾ ബൈക്ക് ഓടിച്ചെന്ന പോലെ നിങ്ങൾ ഫ്ലൈറ്റ് എടുത്ത ആകാശം ഇങ്ങനെ നമ്മളിവിടെ കാർ ഓടിക്കുന്ന പോലെ തന്നെ. അത് ഫസ്റ്റ് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും, ഡ്രൈവിംഗ് സ്കൂളിൽ പോയ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ കൂടെ ഒരാളുണ്ടാവും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ
ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമല്ലോ. അതുപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ കേസിലും നമ്മളിത് ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർ ഇറങ്ങിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞു നീ ഒറ്റയ്ക്ക് പോയിട്ട് വേണം ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നത്. അതിന് ഏകദേശം നമുക്കൊരു 10 hours ഒക്കെ ആവണം ഏകദേശം, ജനറൽ ആയിട്ട് 10 hours ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഹാൻഡിൽ ആവും എയർക്രാഫ്റ്റ്. സൗത്ത് ആഫ്രിക്കയിൽ വെച്ചല്ലേ? സൗത്ത് ആഫ്രിക്കയിൽ വെച്ച്. അപ്പൊ ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇൻസ്ട്രക്ടർ പറയാണ് ഓക്കെ ഇവന് ലാൻഡ് ചെയ്യാൻ അറിയാം, അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യും, നമ്മൾ ഇൻസ്ട്രക്ടർ ഇറക്കിയിട്ട് നമ്മൾ മാത്രം എന്ത് ചെയ്യും, എയർക്രാഫ്റ്റ് എടുത്തിട്ട് പോകും. അതിനാണ് സോളോ എന്ന് പറയാം. ഫസ്റ്റ് സോളോ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് അതാണ്. അന്നേരം ഫസ്റ്റ് സോളോ പറത്തി എത്ര അടി ഉയരത്തിലായിരുന്നുണ്ടായിരുന്നത്? നമ്മൾ ചെയ്യാറുന്ന സർക്യൂട്ട് എന്ന് അതിന് പറയാറ്. നമ്മൾ 1000 feet വരെ മുകളിലേക്ക് പോവുള്ളൂ. ആണല്ലേ? അന്നേരം എന്തായിരുന്നു ഒരു മാനസികാവസ്ഥ, ഒരു ഹാപ്പിനെസിന്റെ ഫീൽ ഉണ്ടാവല്ലോ? ഞാനൊരു ഞാനൊരു ഡ്രീം അച്ചീവ് ചെയ്തു. എന്നുവെച്ചാൽ നമ്മള് 10 to 20 hours ഉള്ളിലായിരിക്കും സോളോ റിലീസ് ആവുന്നുണ്ടാവുക. അപ്പൊ ഇത് തന്നെ സ്റ്റാർട്ടിങ് ഹവേഴ്സ് നമ്മൾ തുടങ്ങി ആദ്യത്തെ അരമണിക്കൂർ ഞാൻ പറഞ്ഞു ഇൻട്രോ ഫ്ലൈറ്റ് ആയിരിക്കും. ഇത് ജസ്റ്റ് എയർ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ ഫസ്റ്റ് അരമണിക്കൂർ എന്തായാലും എക്സൈറ്റ്മെന്റിലായിരിക്കും. സെക്കൻഡ് ടൈം മുതൽ നമ്മൾ ചെയ്യും ഓരോന്നായിട്ട് പഠിപ്പിച്ചു തുടങ്ങും. എങ്ങനെ ടാക്സി എന്നുള്ള ടേം ഷബാബ് ഉപയോഗിച്ചിരുന്നത്. ടാക്സി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലൂടെ ഒരു എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ടാക്സി എന്നുള്ളത്. അപ്പം ടാക്സി പഠിപ്പിക്കും, പിന്നെ ടേക്ക് ഓഫ് പഠിപ്പിക്കും, പിന്നെ എങ്ങനെ ടേൺ ചെയ്യാം, എങ്ങനെ ക്ലൈംബ് ചെയ്യാം, എങ്ങനെ ഡിസെൻഡ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു 10 പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടേക്ക് ഓഫ് പഠിച്ച് കഴിഞ്ഞിട്ട് ലാൻഡിങ് ആണ് ഇതിൽ കുറച്ചൊരു ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലാൻഡിങ് ആണ്. അപ്പോൾ ഈ ലാൻഡിങ് പഠിച്ചിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഒരു എയർക്രാഫ്റ്റിന്റെ ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്യുമെന്ന് ഇൻസ്ട്രക്ടറിന് തോന്നുന്ന ആ പോയിന്റിൽ ഇൻസ്ട്രക്ടറെയും ഒറ്റയ്ക്ക് പൊക്കോളാൻ പറയും. നമ്മളെ ഇൻസ്ട്രക്ടറിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ടർ എന്തെങ്കിലും ചെക്കിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടറിനെ കൊണ്ടുവരും. എന്നിട്ട് ഇവനെ ചെക്ക് ചെയ്യണം എന്നുള്ള രൂപത്തിൽ നമ്മൾ ലെഫ്റ്റ് സീറ്റിലിരിക്കും, ഇൻസ്ട്രക്ടർ റൈറ്റ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് ഒരു 5-6 ലാൻഡിങ് ചെയ്യിപ്പിക്കും. അതിനാണ് ഈ സർക്യൂട്ട് ടേക്ക് ഓഫ്, പിന്നെ അങ്ങനെ കറങ്ങി വന്നിട്ട് ലാൻഡിങ്, അപ്പോൾ ഒരു സർക്യൂട്ട് അങ്ങനെ ഒരു 5-6 ചെയ്യിപ്പിക്കും. ഡിഫറെൻറ്റ് ടൈപ്പിൽ ലാൻഡിങ് ഒക്കെ അവർ ചോദിച്ചിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ 4-5 അല്ലെങ്കിൽ 5-6 ലാൻഡിങ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഇൻസ്ട്രക്ടറിന് തോന്നുകയാണ് ഓക്കെ ഇവൻ ഓക്കെ ആണ്, ഇവൻ പോവും തോന്നിക്കഴിഞ്ഞാൽ, കാരണം നമ്മളെന്തെങ്കിലും ഇൻസിഡൻറ്റിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രക്ടറിന് കുറച്ച് പണി വരും. അപ്പോൾ ഇവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ തിരിച്ച് വന്ന് ലാൻഡ് ചെയ്തിട്ട് നിർത്തിയിട്ട് ഇവരെ ഇറങ്ങും. അത് നമുക്ക് അറിയൂല നമ്മളെ റിലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. ഇവർ നിർത്തി ഒരുപക്ഷെ നമ്മൾ ഫെയിലായിട്ട് നമ്മൾ തിരിച്ച് കൊണ്ടുവരായിരിക്കും. ഒരുപക്ഷെ ഇവർ ആ പോയിന്റ് നിർത്തിയിട്ട് നമ്മളോട് പറയും ഞാൻ ഇറങ്ങാം നീ പോകില്ലെന്ന് വയ്ക്കും. അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റാണ്. ഞാൻ ഇറങ്ങാം നീ ഒറ്റയ്ക്ക് പോകൂലേ, ഇത്രയും കാലം നീ 2 പേരാണ് നിങ്ങൾ ഫ്ലൈ ചെയ്തത്, അപ്പോൾ വെയിറ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. നമുക്ക് ഇതിന് വെയിറ്റിന്റെ എഫക്റ്റ് ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ ഒരാളിങ്ങോട്ട് ഇറങ്ങുകയാണ് 80 kilograms കുറയാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് എയർക്രാഫ്റ്റ് ലിഫ്റ്റ് ഓഫ് ആവുന്നു, അത്രയും പെട്ടെന്ന് തന്നെ എയറിലായി പോകും എയർക്രാഫ്റ്റ്. അപ്പോൾ നമ്മോട് പറയും ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചോളാം എന്ന് പറയും. പിന്നെ ലാൻഡിങ്ങിന് വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും, എന്നിട്ട് വിടും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും കാലം ആ ഒരു വെയിറ്റ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരാൾ സൈഡിൽ നിന്ന് ഇല്ലാതാവല്ലേ, നമുക്ക് അത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൊട്ടത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, മനുഷ്യന്മാരാണ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരാൾ ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ അത് ആളുണ്ട്. ഈ കേസിൽ ആരുമില്ല, നമ്മൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരാളില്ലാതെ നമ്മൾ ആദ്യമായിട്ട് ആ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് ഭയങ്കര അടിപൊളി. അങ്ങനെ എത്ര വട്ടം നിങ്ങൾ സോളോ ട്രിപ്പ് പോയിട്ടുണ്ട്? എത്ര ഹവേഴ്സ് ആണല്ലേ? നമ്മൾ ഹവേഴ്സിന്റെ മിനിമം റിക്വയർമെന്റ് വരുന്നത് നമുക്ക് 100 hours വേണമെന്നാണ്. നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഫ്ലൈ ചെയ്യണം എന്നാണ്, സോളോ ആയിട്ട് ഫ്ലൈ ചെയ്യണം എന്നാണ്. അതിലേറെ ഫ്ലൈ ചെയ്യാറുണ്ട്, സാധാരണ 120, 130 ഒക്കെ ഫ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ സോളോ ചെക്സ് വെറുതെ കിടക്കുമ്പോൾ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് ഒന്ന് കറങ്ങി ഒരു മൗണ്ടൻ ഒക്കെ കണ്ടിട്ട് വരാം, അങ്ങനത്തെ ഹാർബർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പാർട്ടാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണ്ട സ്ഥലങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരാം. കാരണം നമുക്ക് ഇങ്ങനെ നമ്മൾ ഫ്ലൈ ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ആക്കി എടുക്കണം. 100 hours ഇങ്ങനെ എക്സ്പീരിയൻസ് ആക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇപ്പം ഇതിലേക്ക് കടന്നു പോയപ്പോൾ ഇപ്പം എൻ്റെത് 40 ആണ് എൻ്റെ ഏജ്, 40+ ആണ് എൻ്റെ ഏജ്. എനിക്കിനി പൈലറ്റ് ആകാൻ സാധിക്കും? ആക്ച്വലി പറ്റും. നമുക്ക് നിങ്ങളെ ഫസ്റ്റ് പൈലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് 10+2 നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, പിന്നെ 18 years ആയിരിക്കണം. 14 ആകുമ്പോൾ നമുക്ക് 18 കാര്യം നോക്കേണ്ടതില്ല. പിന്നെ നമുക്ക് വേണ്ടത് എക്സാംസ് ക്ലിയർ ചെയ്തിരിക്കണം. അപ്പം അതിനുവേണ്ടി കുറച്ച് നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യേണ്ടി വരും എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടതുള്ളത്. പിന്നെ മെഡിക്കലാണ് ഇതിൽ അത്യാവശ്യം പ്രധാനമായിട്ടും വരുന്നത്. Class 2, Class 1 എന്നിട്ട് 2 മെഡിക്കൽസ് വരുന്നുണ്ട്. ഇന്ത്യൻ്റെ കേസിലാണ് നമുക്ക് Class 2 അപ്രൂവ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. കേരളത്തിൽ 2 ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ Class 1 മെഡിക്കൽ പാസ് ആവണം. അതിന് കുറച്ച് ടെസ്റ്റ് ഉണ്ട്. നമുക്ക് കണ്ണ്, ചെവി, കുറച്ച് ബ്ലഡ്, പിന്നെ USG അബ്ഡോമൻ, പിന്നെ
പിന്നെന്താ ചെസ്റ്റ് എക്സ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടെസ്റ്റ് വരുന്നുണ്ട്. Okay, ഈ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ക്ലാസ് 2 വെരിഫൈഡ് ഡോക്ടറുണ്ട്, മെഡിക്കൽ ഡോക്ടറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഈ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് ഈ ഡോക്ടർ പറയണം ഓക്കെ ഇതെല്ലാം നോർമലാണ്, പിന്നെ ഫിറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ് കിട്ടും, മെഡിക്കൽ അസസ്മെൻറ്റ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇന്ത്യയിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ 4 വീൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തെ ഞാൻ മനസ്സിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരാൾ, അവിടെ വണ്ടികൾ ഉണ്ടാവുമല്ലോ, അവിടെ വേണമെങ്കിൽ ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒരു വാട്ടവർ എന്താ പറയുക ഒരു ജീപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക ഒരു കാർ ഉണ്ടാവും, അതൊക്കെ പൊടിച്ച് പഠിക്കാമല്ലോ. അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ അങ്ങനത്തെ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു? ആക്ച്വലി ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലാണ് ട്രെയിൻ ചെയ്തത്. അവിടെ സെസ്ന എന്നൊരു ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഓരോ കമ്പനിയാണ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സെസ്ന 172 എന്ന് പറഞ്ഞിട്ടൊരു മെയ്ഡ് ഉണ്ട്, പിന്നെ പൈപ്പർ എന്നിട്ട് വേറെതുണ്ട്, ടെക്നാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ സെസ്ന എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുന്ന എനിക്ക് അറിയില്ല. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കാണുന്ന ഈ പാസഞ്ചർ 200 സീറ്റുള്ള പാസഞ്ചർ എയർക്രാഫ്റ്റ് അല്ല ഇത്. അതായത് 4 സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റർ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് ഇത് വരുന്നത്. ഒരു എഞ്ചിൻ, ഫ്രണ്ടിൽ ഒരു ഫാനൊക്കെ ഉള്ള പ്രൊപ്പലർ എന്നാണ് അതിന് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള 4 ആൾക്കാർക്ക് അല്ലെങ്കിൽ 2 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന എയർക്രാഫ്റ്റിലാണ് നമ്മൾ ഈ CPL 200 അവേഴ്സ് ട്രെയിനിങ് ചെയ്യുക. ആ 200-ൽ 100 അവേഴ്സ് നമ്മൾ സോളോ പോകണമെന്നാണ്. സോളോ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ്, അതാണ് പഠിപ്പിക്കുന്ന ഫ്ലൈറ്റ് എൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അതിനുശേഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇത്ര അവേഴ്സ് പറന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് നാളെ ഒരു കരിയർ എമിറേറ്റ്സിലോ അല്ലെങ്കിൽ ഇൻഡിഗോയിലോ എയർ ഇന്ത്യയിലൊക്കെ ഒരു കരിയറായിട്ട് ഇതൊരു പൈലറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ സ്റ്റെപ്പ്, കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പം ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേണ്ടത് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ CPL ലൈസൻസ് അക്വയർ ചെയ്യാന്നുള്ളത്. അക്വയർ ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് എയർലൈൻസ് വരുന്നുണ്ട്, എയർ ഇന്ത്യ, ഇൻഡിഗോ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പൈലറ്റ്സിന് ആവശ്യമുള്ള സമയത്ത് വേക്കൻസി വിളിക്കും. അപ്പം എയർലൈൻ്റെ സൈഡ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടിയിട്ട് ജോലി സാധ്യതകൾ വേറെ ഒരുപാടുണ്ട് നമുക്ക്. അപ്പോൾ എയർലൈൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇവർ വേക്കൻസി വിളിക്കും, എയർ ഇന്ത്യ അല്ലെങ്കിൽ ഇൻഡിഗോ കാര്യങ്ങൾ വേക്കൻസി വിളിക്കും. വേക്കൻസി വിളിക്കുന്ന സമയത്ത് ഇവർ ഒരുപക്ഷെ ഇവരുടെ കയ്യിലുള്ള എയർക്രാഫ്റ്റ്, നമ്മൾ നേരത്തെ ഡിസ്കഷൻ ഉണ്ടായ സമയത്ത് എയർബസ് 320 കാര്യമൊക്കെ പറഞ്ഞു. അപ്പം ഇൻഡിഗോന്റെ കയ്യിലുള്ളത് എയർബസ് 320, 321 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡിഗോന്റെ കേസ് ആണെങ്കിൽ ഇൻഡിഗോ വിളിക്കും, എയർബസ് 320 പൈലറ്റ്സ് റേറ്റഡ് ആയിട്ടുള്ള പൈലറ്റ്സിനെ ഞങ്ങൾ ഹയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. സ്പെസിഫിക് എയർക്രാഫ്റ്റ് അറിയാവുന്ന ആൾക്കാർ, അതായത് ഇവർ ഹയറിംഗ് ഇടും. അപ്പം നമ്മൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിലെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് എടുക്കാൻ പറ്റും. റേറ്റിംഗ് ആണ്, അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത് ബോയിങ് 737-ഉം എയർബസ് 320-ഉം. ഈ 2 എയർക്രാഫ്റ്റിനാണ് പൊതുവെ വേക്കൻസി വരാറുള്ളത് ഇന്ത്യയിൽ. അതേ ഉള്ളൂ. അത്യാവശ്യം അല്ലല്ല ഒരുപാടുണ്ട്. പക്ഷേ ഇനീഷ്യലി ഒരു CPL ഹോൾഡർ ആയിട്ടുള്ള ഒരാൾക്ക് ഇനീഷ്യലി ജോബ് കിട്ടാൻ ഏറ്റവും കൂടുതൽ ഇതുള്ളത് ഈ 2 ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ 2-ൽ ഏതോ ഒന്ന് ടൈപ്പ് റേറ്റിംഗ് ചെയ്ത് വെക്കും. CPL കഴിഞ്ഞിട്ട് എയർബസ് 320 ഓർ ബോയിങ് 737-ൽ ടൈപ്പ് റേറ്റിംഗ് ചെയ്ത് വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വേക്കൻസി വിളിക്കുന്ന കൂടുതൽ ഇപ്പം തന്നെ പറയും CPL ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ടൈപ്പ് റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് CPL ഹോൾഡർ ആയിട്ടുള്ള ഞാനാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്നെ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെയൊക്കെ ഇൻഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പറയും നീ ഇന്ന എയർക്രാഫ്റ്റിൽ പോയിട്ട് ടൈപ്പ് റേറ്റിംഗ് എടുത്ത് തിരിച്ചു വരണം എന്നുള്ള കാര്യം. ഓക്കെ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം കൊമേഴ്ഷ്യൽ പൈലറ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് CPL എന്നല്ലേ പറയാ? CPL ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എയർക്രാഫ്റ്റ് കമ്പനികൾ മാത്രമാണോ തൊഴിൽ സാധ്യതയുള്ളത്, വേറെ എന്തെങ്കിലും തൊഴിൽ സാധ്യതകളുണ്ടോ? ബേസിക്കലി വേറെ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന പോലെ ട്രെയിനിങ് പഠിപ്പിക്കാൻ പറ്റും. അത് നമുക്ക് 2 രീതിക്ക് ചെയ്യാം. നമുക്ക് ഗ്രൗണ്ട് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് അവരെ തിയറി കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഫ്ലൈയിങ് ഇൻസ്ട്രക്ടറായിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നെ സംസാരത്തിൽ പറഞ്ഞിരുന്നത് നമ്മളുണ്ടാവും എയർക്രാഫ്റ്റ്, നമ്മളുണ്ടാവും നമ്മുടെ സൈഡിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അതും ഒരു പൊസിഷനാണ്, നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കൊരു പൈലറ്റ്സിനാണ് എന്ത് ചെയ്യുക, ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുക. ഇനി അങ്ങനെ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ എയർലൈൻസ് അല്ലാണ്ട് തന്നെ ചാർട്ടേഡ് എയർക്രാഫ്റ്റ്സ് ഉണ്ടാവും. ഇപ്പം പ്രൈവറ്റ് ജെറ്റ്സ് ഒക്കെ വലിയ വലിയ ബിസിനസ് ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രൈവറ്റ് ജെറ്റ്സ് ഉണ്ടാവും. അതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് ശരിക്ക്. ഈ ഷെഡ്യൂൾഡ് എയർലൈൻസ് നമ്മൾ ഈ കാണുന്ന എയർ ഇന്ത്യ, ഇൻഡിഗോ അതൊക്കെ ഷെഡ്യൂൾഡ് എയർലൈൻസിൽ വരുന്നതാണ്. നോൺ ഷെഡ്യൂൾഡ് ആയിട്ട് വേറെ വരുന്നതുണ്ട്. അതിന് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെ. നമ്മളെപ്പോഴും ഈ വിദേശ യാത്രകൾ പോകുമ്പോഴേ ഈ പൈലറ്റിനെ കാണുമ്പോൾ നമുക്കൊരു സിനിമാറ്റിക് ഫീലാണ്, ഒരു റെസ്പെക്റ്റും. ഏതൊരു മനുഷ്യനാണെങ്കിലും ഏതൊരു കുട്ടിയാണെങ്കിലും നോക്കിയിട്ട് കൊള്ളാട്ടാ, സെറ്റ് മനുഷ്യനാണ്, ലൈഫ് സെറ്റാണ്, എന്താല്ലേ ഭയങ്കര സന്തോഷം, എവിടെയും പോകാം. റിയാലിറ്റി എന്താണ് ആക്ച്വലി?
റിയാലിറ്റി അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ കംപ്ലീറ്റ്ലി അങ്ങനെയാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാനിത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഇത്തിഹാദിലാണ്. അപ്പം അന്ന് ആ പൈലറ്റ് കണ്ടപ്പോൾ ഒരു സായിപ്പ് ഭയങ്കര സ്റ്റൈലിഷ് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ജനിക്കുകയാണെങ്കിൽ ഇവനൊക്കെ ഇട്ട് ജനിക്കണം എന്ത് നോക്കാനാ. ലോകത്ത് എവിടെയോ സഞ്ചരിക്കാം, റെസ്പെക്ട് മനുഷ്യനല്ലേ, സാധാരണക്കാരനല്ലേ. റിയാലിറ്റി ആക്ച്വലി എന്താ? സഞ്ചരിക്കാനൊക്കെ നമുക്ക് പറ്റും. നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ ബേസ്ഡ് എയർലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എയർ ഇന്ത്യ നമുക്ക് കിട്ടുന്ന ബേസിനനുസരിച്ച് വെക്കും. ഇപ്പോൾ കൊച്ചിയിലാണ് നമുക്ക് ബേസ് കിട്ടുന്നത്, കൊച്ചിയിലായിരിക്കും നമ്മൾ സ്റ്റേ ഉണ്ടാവുക. അപ്പോൾ കൊച്ചിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഈ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നുണ്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് കൊച്ചി അബുദാബി ഫ്ലൈറ്റ് ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് അബുദാബി പോയിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ ലേ ഓവർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം അവിടുന്ന് വേറെ എയർക്രാഫ്റ്റ് ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനത്തെ കണക്ഷനാണ്. പിന്നെ ഡൊമസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പിന്നെ തിരിച്ച് ബേസിലോട്ട് വരിക, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ഇന്ത്യൻ എയർലൈനിൽ നിന്ന് മാറിയിട്ട് മിഡിൽ ഈസ്റ്റ്, എത്തിഹാദ്, എമിറേറ്റ്സ് അതിലൊക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇന്റർനാഷണൽ ആയിരിക്കും. ഇന്റർനാഷണൽ. അപ്പം എന്താ വെച്ചാൽ അവിടുന്ന് പോകുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി വേറെ ദൂരത്തുള്ള സ്ഥലത്തോട്ടൊക്കെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലും ലേ ഓവറും കാര്യങ്ങളൊക്കെ മാറും. ഞാനെപ്പോഴും ഈ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ കയറുമല്ലോ, ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ എപ്പോൾ പോയാലും ഈ കോപ്പിറ്റിൽ എന്നല്ലേ പറയാ, ഞാനൊന്ന് നോക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ആ സമയത്ത് ഈ പൈലറ്റ് ഒരു ഐപാഡും വെച്ച് ഇങ്ങനെ നിൽക്കിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി എൻ്റെ വിചാരം മൂപ്പര് പോലെ കളിക്കണം, ഫ്രീ ഫയർ കളിക്കണം എന്നൊക്കെ അറിയില്ലല്ലോ ബേസിക്കലി. അപ്പോൾ ഇവരെന്തോ ഡാറ്റയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരിക്കും. അപ്പോൾ ഈ ഫ്ലൈങ് ചെയ്യുന്ന മുന്നേ, ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നേ പൈലറ്റ് എന്തൊക്കെ പ്രിപ്പറേഷൻ ആയിരിക്കും എടുക്കുന്നത്? ആക്ച്വലി ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട് ആക്ച്വലി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമുക്കൊരു കാർ എടുക്കുന്ന പോലെ നമ്മൾ നേരെ വന്ന് വാതിൽ തുറന്ന് സ്റ്റാർട്ടാക്കി പോകാൻ പറ്റത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നമുക്ക് ഇന്ന് ഒരുപാട് ഓട്ടോമേറ്റഡ് ആണ് എയർക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഫസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം തന്നെ ഫുൾ ഓട്ടോ പൈലറ്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ ഈ ഓട്ടോ പൈലറ്റ് എന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് പൈലറ്റ്സ് കൊടുക്കണം. പറയുന്ന പോലെ നമ്മളെന്താണ്, നമ്മളൊരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു റൂട്ട് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലെന്താണ് നമ്മൾ റൂട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടുന്ന് ഇന്ന പോയിന്റിന് ഈ പോയിന്റിലോട്ട് പോകണം, അവിടുന്ന് ആ പോയിന്റിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ, ഇന്ന സ്പീഡ്, ഈ ആൾട്ടിറ്റ്യൂഡ്, ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവില്ല. നമ്മൾ ടേക്ക് ഓഫ് നമ്മൾ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ എപ്പോഴും ഷെഡ്യൂളിൽ നമ്മൾ ലാൻഡിംഗ് ടൈം പറയാറുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലോട്ട് എത്തണം. അപ്പോൾ ആ ടൈമിലോട്ട് എത്താൻ ഏത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനത്തെ കുറേ ഇൻപുട്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കും. ഇതിന്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക, ഓട്ടോ പൈലറ്റ് പിന്നീട് എയർക്രാഫ്റ്റ് കാര്യങ്ങൾ ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതാണ് ആക്ച്വലി നമ്മൾ ഈ കാണുന്ന കോക്പിറ്റിൽ കാണുമ്പോൾ പൈലറ്റ്സ് ഒരുപാട് ഇതിൻ്റെ ഒരു വേറൊരു എനിക്ക് പിന്നെ ഇത് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാനുണ്ട്. ആക്ച്വലി ഇപ്പം സപ്പോസ് ഇന്ന് വൈകുന്നേരം പോകേണ്ട ഒരു ഫ്ലൈറ്റ്, ഓക്കെ, അപ്പോൾ പൈലറ്റ് എന്തായാലും ഹോട്ടലിലായിരിക്കുമല്ലോ നിൽക്കുന്നത്, മാരിയറ്റിലോ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലായിരിക്കും. അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഇടിയും പിടിയും മഴ പെയ്ത് ഭയങ്കര ഒരു വെതറിൽ ഭയങ്കര ചേഞ്ച് വന്നു. അപ്പോൾ പൈലറ്റ് എന്ത് തീരുമാനം എടുക്കും? ഇന്ന് പറത്തണ മഴയും കാറ്റും അല്ലേ, അങ്ങനെയുള്ള തീരുമാനമാണോ ചെയ്യുന്നത്? അതനുസരിച്ച് വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? അങ്ങനെ പെട്ടെന്നൊരു മഴ എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും നമുക്കൊരു, പക്ഷേ കൂടുതൽ വെതേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളും ഡാറ്റകളൊക്കെ ഇവർക്ക് അവൈലബിൾ ആണ്. ഇനി അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അഡ്വേഴ്സ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറേ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോ എയർപോർട്ടുകൾക്കും എയർക്രാഫ്റ്റുകൾക്കും പൈലറ്റിന്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. ഇത് നോക്കിയിട്ട് ഇവർ ടേക്ക് ഓഫ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പൈലറ്റിന് കമാൻഡ്, അതായത് ക്യാപ്റ്റൻ തീരുമാനിക്കാൻ പറ്റും ഈ എയർക്രാഫ്റ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പൈലറ്റിനെ കാണുമ്പോൾ 2 പേരുണ്ടാവും. ഒരാൾ കുറച്ച് ഏജ്ഡ് ആയിരിക്കും, ഒരാൾ കുറച്ച് യങ് ആയിരിക്കും. അപ്പോൾ ഇയാളുടെ അസിസ്റ്റന്റ് ആണോ മറ്റേ ആൾ? എന്താണ് അതിൻ്റെ ഒരു പരിപാടി? എന്താ അസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് എക്സ്പീരിയൻസിന്റെ ബേസിസിൽ വരുന്നതാണ്. നമ്മൾ ഈ കാണുന്ന ഒരാൾ ക്യാപ്റ്റൻ ആയിരിക്കും, അയാൾക്കായിരിക്കും കംപ്ലീറ്റ് എയർക്രാഫ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക, നമ്മളൊരു ലീഡർ എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്നതാണ്. മറ്റൊരാൾ ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും. അത് ഈക്വലി ഈ പറയുന്ന പോലെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ എല്ലാവർക്കും ഈക്വലി ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ പുള്ളിക്കാരന് കുറച്ച് എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് അസിസ്റ്റന്റ് എന്നുള്ള രീതിക്ക് ഈ പറയുന്ന ക്യാപ്റ്റൻസ് ഫസ്റ്റ് ഓഫീസർ ആയിട്ട് വരുന്നവരാണ്. ഫസ്റ്റ് ഓഫീസേഴ്സ് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ടാണ് പിന്നീട് ക്യാപ്റ്റൻസ് ആവുന്നത്. അപ്പൊ ഈ ക്യാപ്റ്റൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട്, എടാ ഫസ്റ്റ് ഓഫീസറെ നീ അതിന്
ഞാൻ ഇത് നിൽക്ക് എന്ന് പറയണാണോ? ഇല്ലല്ല, അങ്ങനൊന്നും ആരും എന്തായിരിക്കും ഫസ്റ്റ് ഓഫീസറുടെ പരിപാടി? അവിടെ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ടാവും. പിന്നെ ഡ്യൂട്ടി നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രീഫ് ചെയ്ത് വെക്കും, പ്ലാൻ ചെയ്ത് വെക്കും. ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെക്ടർ ഫ്ലൈ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞാൽ ഒരു പൈലറ്റ് ഫ്ലൈയിങ് ഉണ്ടാവും, പൈലറ്റ് മോണിറ്ററിംഗ് ഉണ്ടാവും. ഒരാള് ഫ്ലൈ ചെയ്യും, ഒരാൾ ബാക്കി സംഭവങ്ങൾ മോണിറ്റർ ചെയ്യാണ് ചെയ്യുക. അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ചിലപ്പം ആണെങ്കിൽ ഫ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫീസറും മോണിറ്റർ ചെയ്യുന്നത് ക്യാപ്റ്റനായിരിക്കും. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഫ്ലൈ ചെയ്യുന്നത് നേരെ മറ്റാളും ക്യാപ്റ്റനായിരിക്കും, മോണിറ്റർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡ്യൂട്ടീസ് ഇങ്ങനെയാണ് നമ്മൾ മാറ്റം വരുന്നുണ്ടാവുക. ഒരാൾ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ആണോ? അപ്പൊ ഈ നമ്മുടെ ഈ ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ അനൗൺസ്മെന്റ് ചെയ്യുന്നൊക്കെ ഫസ്റ്റ് ഓഫീസർ ആയിരിക്കും അല്ലേ? അതോ ക്യാപ്റ്റൻ? ഇല്ല, അത് രണ്ടുപേരും ചെയ്യും. ചെയ്യുന്നതില്ല, ഫസ്റ്റ് ഓഫീസർ രണ്ടുപേരും ചെയ്യാറ്. ഇപ്പൊ നമ്മൾ സംസാരത്തിനിടയിൽ പറഞ്ഞല്ലോ, ഇപ്പൊ ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മൾ തന്നെ പല ടേംസ് ഉപയോഗിക്കാറുണ്ട്. ഓട്ടോ പൈലറ്റ് ആക്ച്വലി എന്താണ് ഓട്ടോ പൈലറ്റ്? ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ ആമസോണിലോ ആള് സിനിമ കാണുന്ന പരിപാടിയാണോ പൈലറ്റ്? എന്താണ് ആക്ച്വലി? നമ്മുടെ പൈലറ്റിന് അത്യാവശ്യം വർക്ക് ലോഡ് ഉണ്ട് കോക്പിറ്റിൽ. നമുക്ക് റേഡിയോ കോൾസ് ചെയ്യണം. റേഡിയോ കോൾസ് എന്ന് പറഞ്ഞാൽ ATCയോടായിട്ട് കോൺടാക്ട് ചെയ്യണം. പിന്നെ എല്ലാ ഓട്ടോമേഷൻസ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടെ മോണിറ്റർ ചെയ്യാനും അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ ഇത്രയും വർക്ക് സ്ട്രെസ് ആയി പോകും പൈലറ്റ്. ഇതില്ലാതിരിക്കാൻ വേണ്ടി പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓട്ടോ പൈലറ്റ് ആണ് കുറച്ച് എഫിഷ്യൻസി കൂടുതലായിട്ടുള്ളത്. നമ്മളെക്കാളും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ഓട്ടോ പൈലറ്റ് ആണ്. ഇപ്പൊ സാധാരണ നമ്മളൊരു പൈലറ്റ് എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ ഇരിക്കുന്നു, അതിന്റെ സ്റ്റിയറിംഗ് എന്നാണ് പറയണേ. ഞാൻ സ്റ്റിയറിംഗ് എന്ന് പറയാം. സ്റ്റിയറിംഗിൽ ഇങ്ങനെ തിരിക്കുന്നു, ഇങ്ങനെ പോകുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്നെ പോലെയൊക്കെയുള്ള സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഓട്ടോ പൈലറ്റ് ആകുമ്പോൾ ഈ സാധനം വിട്ട് ഇങ്ങനെ ഇത് നേരെ ഇങ്ങനെ പൈലറ്റ് കൊടുത്ത നേരത്തെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത പോലെ ഓട്ടോ ഇങ്ങനെ സാധനം പോകും. ശരിയാണോ ഉദ്ദേശിച്ചത്? അല്ലേ? അതാണ്. അങ്ങനെ തന്നെയാണ്. എതിർക്കുന്നില്ല. അല്ല, അതല്ല ആക്ച്വലി ഓട്ടോ പൈലറ്റ്. അപ്പൊ ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഇപ്പം നമ്മളൊരു ഫ്ലൈറ്റ് പോയി ലാൻഡ് ചെയ്യുന്നതും ഓട്ടോ പൈലറ്റ് മോഡിലാണോ? എന്നൊരു ലാൻഡ് ചെയ്യുന്ന സമയത്താണോ ഈ ക്യാപ്റ്റന്റെ ഇൻവോൾവ്മെന്റ് വരണം? എന്താണ് അതിനൊരു പരിപാടി? ലാൻഡ് ചെയ്യുന്ന സമയത്ത് ആരുടെ ഇൻവോൾവ്മെന്റ് ആണെന്നുള്ള ഇവർ തീരുമാനിക്കും. ആരാ ലാൻഡ് ചെയ്യണമെന്നുള്ളത്, ഫസ്റ്റ് ഓഫീസറോ ക്യാപ്റ്റൻ ആരാ ലാൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കും. ഓട്ടോ ലാൻഡിങ് നമുക്ക് ഉണ്ട്, പക്ഷേ അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. അതിന് കുറെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ലാൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ട്രാക്കിലൂടെ ഈ സാധനം പോവാം. അതേപോലെ ഓട്ടോമാറ്റിക്കലി പോയിട്ട് ലാൻഡ് ചെയ്യാനും പറ്റുമോ? ആക്ച്വലി ഇപ്പോൾ കൊച്ചിയിലൊക്കെ ഒരു ഫ്ലൈറ്റ് ഓട്ടോമാറ്റിക് ആണോ ലാൻഡ് ചെയ്യുന്നത്, അതോ പൈലറ്റ് ചെയ്യുന്നുണ്ട്? യെസ്, കമാൺ. അതാണോ പരിപാടി? എന്താണത്? ഓക്കെ, ഓട്ടോ ലാൻഡ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. കൊച്ചി, കാലിക്കറ്റ് പോലത്തെ എയർപോർട്ടുകളൊന്നും അതിന് എക്യുപ്ഡ് അല്ല എന്ന് പറയുമ്പോൾ ഈ ഫ്ലൈറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു ഫെസിലിറ്റിയും അതിന് എക്യുപ്ഡ് ആയിരിക്കണം. ഫ്ലൈറ്റ് എക്യുപ്ഡ് ആയിരിക്കണം, പൈലറ്റ് സർട്ടിഫൈഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ ഗ്രൗണ്ട്, അതായത് എയർപോർട്ടും എക്യുപ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓട്ടോ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആണല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാൽക്കട്ട, ഡൽഹി പോലത്തെ എയർപോർട്ടിലൊക്കെ വിന്റർ ആയി കഴിഞ്ഞാൽ 0 വിസിബിലിറ്റി ആവും. അതായത് റൺവേയിലേക്ക് ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഓട്ടോ ലാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതായത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം, നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് എയർക്രാഫ്റ്റിനെ മോണിറ്റർ ചെയ്യാം. എയർക്രാഫ്റ്റ് എന്താ ചെയ്യുന്നത് നോക്കുക. എയർക്രാഫ്റ്റ് ഒറ്റയ്ക്ക് പോയിട്ട് ലാൻഡ് ചെയ്തോളൂ. ആണല്ലേ? ഈ ATS ഇല്ലേ, ATS എന്ന് പറയുന്ന ഫുൾ ഫോം എങ്ങനെയാ വരാ? ATC, എയർ ട്രാഫിക് കൺട്രോൾ. അവരെന്താണ് ആക്ച്വലി ചെയ്യുന്നത് ബേസിക്കലി? അവർ നമ്മുടെ ഈ എയർപോർട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ളത് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാ ഇതിൻ്റെയും ട്രാഫിക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, ഇപ്പോൾ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് 1-on-1 കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടാവുക. ATC എന്തെങ്കിലും പൈലറ്റിനോട് സംസാരിക്കും, പൈലറ്റ് ATCനോട് സംസാരിക്കും. ഇതേപോലെ ATC എല്ലാ എയർക്രാഫ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഈ പറയുന്ന പോലെ കൊളൈഡ് ആവാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുക. രണ്ടുപേരെയും, അതായത് ഒരാൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരാൾ ദുബായിലോട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരാൾ ഓസ്ട്രേലിയയിലോട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡിലോട്ടാണ്, ദിശയിലോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കാര്യങ്ങൾ. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് ഇവർ ചെയ്യുന്നത്. മെയിനായിട്ട് ട്രാഫിക് ഓർഡർ ആക്കി കൊടുക്കും, കൺട്രോൾ. ഇപ്പം എൻ്റെ ഭാഷ പറഞ്ഞത് മദ്രാസിൽ നിന്നൊരു ഫ്ലൈറ്റ് വരുന്നുണ്ട്,
ഒന്ന് നിൽക്ക്, ഈ ബാംഗ്ലൂർ പൊങ്ങിയിട്ട് നിങ്ങൾ തന്നാൽ മതി, അങ്ങനെ പറയുന്ന ആളാണോ? അങ്ങനെ പറയുന്നത് മാത്രമല്ല, നമുക്ക് ഹൈറ്റിൽ പല തരത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു എയർക്രാഫ്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരു എയർക്രാഫ്റ്റ് ഇവിടുന്ന് നീ കുറച്ച് പൊക്കി വിട്, അതൊക്കെ താത്തി പോട്ടെ, അങ്ങനെ പറഞ്ഞ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ, പിന്നെ ലാറ്ററൽ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇവർ ചെയ്യും. ബേസിക്കലി ഇവരുള്ളതുകൊണ്ടാണ് സേഫ് ആയിട്ട് നടന്നു പോകുന്നത്. അല്ലേ? ഒരു നോർമലി ഒരു പൈലറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നല്ല സാലറിയിലൊക്കെ ജീവിക്കാൻ പറ്റുമോ? ലൈഫ് സെറ്റ് ആവുമോ? ആണല്ലേ? നമുക്ക് നോർമലി സാലറി ഒക്കെ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ എല്ലാവരും നല്ല ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബാണെന്ന് കണ്ടിട്ട് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ഹൈലി പെയ്ഡ് തന്നെയാണ് കൊടുക്കുന്നത് എല്ലാ കമ്പനീസും. ഒരു ഫസ്റ്റ് ഓഫീസറായിട്ട് നമ്മൾ കയറുന്ന സമയത്ത് നമുക്കൊരു 1.5 to 3 lakhs നമുക്കൊരു പെർ മന്ത് നമുക്ക് സാലറി കാര്യങ്ങൾ കിട്ടും. പിന്നീട് നമ്മളെ എക്സ്പീരിയൻസ് ആണ് ഇതിൽ മെയിൻ ഒരു കൺസേൺ. എക്സ്പീരിയൻസ് എത്രത്തോളം ആവുന്ന അത്രത്തോളം നമുക്ക് ഈ കിട്ടുന്ന സാലറിയും കൂടുതലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന് വേണമെങ്കിൽ ഒരു 5 to 6, 5 to 7 അല്ലെങ്കിൽ അതിൻ്റെ മുകൾക്ക് വരെ കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്ന എയർലൈൻസ് ഉണ്ട്. എയർലൈൻസ് ടു എയർലൈൻസ് മാറുകയും ചെയ്യും ഒരുപാട് പേര്. ഇപ്പം ഇതേ സെയിം പൊസിഷൻ തന്നെ നമ്മളിപ്പോൾ ഒരു GCC കൺട്രീസിലോട്ട്, എമിറേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈ ദുബായ്, സൗദി എയർലൈൻസ് ഇവരിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിൻ്റെ ഡബിളൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ സാലറി കൊടുക്കുന്നുണ്ടാവുക. കാരണം അത് എയർലൈൻ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ സാലറി ഒരു ഫസ്റ്റ് ഓഫീസർ ഞാൻ ഇവിടെ ഒരു 1.5 to 3 പറഞ്ഞതാണെങ്കിൽ അവിടെ ഒരു 4 to 5 ഒക്കെ എന്ത് ഫസ്റ്റ് ഓഫീസർ മാത്രം തന്നെ കൊടുത്തേക്കാം. ഈ കമ്പനീസ് മാറുന്നതനുസരിച്ച് ഇതിൻ്റെ പാക്കേജ് മാറും നടത്തും. അതെ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും ഉണ്ടല്ലോ. അപ്പോൾ ഡൊമസ്റ്റിക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെയാണോ ഇന്റർനാഷണലിലേക്ക് എടുക്കുക ജോലിക്ക്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ബേസിക്കലി അങ്ങനെ ഇല്ല കാര്യമായിട്ട്. നമ്മൾ കയറുന്ന ഉടനെ ഈ കമ്പനീൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് നിൽക്കും. കമ്പനിക്ക് വേണ്ടത് കൂടുതൽ ഇപ്പം നമ്മൾക്ക് ബേസ് കിട്ടുന്നത് ഇപ്പം കൊച്ചിയിൽ കൂടുതൽ ഡൊമസ്റ്റിക് ട്രാവലാണ് കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കിട്ടുന്ന എയർക്രാഫ്റ്റും ഫ്ലൈയിങ്ങും ഡൊമസ്റ്റിക് ആയിരിക്കും. കാലിക്കറ്റിനെ കുറിച്ച് പറയാറുണ്ട്, GCCയിലോട്ട് ഏറ്റവും കൂടുതൽ ട്രാവൽ നടക്കുന്ന കാലിക്കറ്റ് എന്നാണ്. അപ്പൊ കാലിക്കറ്റാണ് നമുക്ക് കിട്ടുന്ന ബേസ് എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഫ്ലൈറ്റ്സ് GCCയിലോട്ടായിരിക്കും. എനിക്ക് ഈ ഫ്ലൈറ്റ് ചൂസ് ചെയ്ത സമയത്തെ ഇപ്പം നമ്മളെല്ലാവരും ഒരുപക്ഷെ നമ്മുടെ പല ആൾക്കാരും ചിലപ്പോൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ ആദ്യമായിട്ട് വിമാനയാത്ര നടത്തിയത് അബുദാബിയിലേക്കാണ് 2000. അപ്പോൾ ഞാൻ അന്ന് പോണത് കൊച്ചിയിൽ നിന്ന് ഇത്തിഹാദ് എയർലൈൻസിനാണ് പോണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 3 സീറ്റ് 6 സീറ്റുള്ളൂ. ഭയങ്കര സംഭവമാണല്ലോ, ഭയങ്കര വെൽ സെറ്റപ്പ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തോന്നൽ എല്ലാ എയർക്രാഫ്റ്റുകളും വിമാനം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോന്നൽ ആക്ച്വലി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഇൻഡിഗോയിൽ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ മൊത്തം പോയി. ഇൻഡിഗോയുടെ പ്രശ്നമല്ല, എൻ്റെ എക്സ്പെക്റ്റേഷൻ പ്രശ്നം. അത് ഒരു സാധാരണ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആണല്ലോ ഇൻഡിഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തിഹാദിൽ കണ്ട പോലെ ഒരു ഫെസിലിറ്റി ഒന്നും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് പറ്റില്ല. പക്ഷെ അതിനേക്കാൾ വലിയൊരു എക്സ്പീരിയൻസ് എനിക്ക് വേറെ ഉണ്ടായി. ഞാനൊരു 2 വർഷം മുമ്പ് ദുബായി പോയിട്ടുണ്ടായിരുന്നു. ദുബായി പോയിട്ട് എനിക്കൊരു ആഗ്രഹം, ഞാൻ ആദ്യമായിട്ട് കയറിയത് ഇത്തിഹാദിലാണല്ലോ. അപ്പോൾ ഇത്തിഹാദിന് എനിക്ക് കൊച്ചിയിലേക്ക് വരാമെന്നൊരു ആഗ്രഹം വന്നു. ഞാൻ അങ്ങനെ അന്ന് 10,000 രൂപ കേട്ടോ. ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വരാൻ ഇൻഡിഗോക്ക് 10,000 രൂപ, ഇത്തിഹാദിന് 30,000 രൂപ, 3 ഇരട്ടിയാണ്. 30,000 രൂപക്ക് ഞാൻ ടിക്കറ്റും എടുത്തിട്ട് ഇത്തിഹാദിൽ നിന്ന് ചെന്നു. ഞാൻ ഇത്തിഹാദിലേക്ക് കയറിയപ്പോണ്ടല്ലോ ഒരു ചെറിയൊരു ഫ്ലൈറ്റ്. ഞാൻ പൊടച്ചവനെ, ഇത് ഇൻഡിഗോ പോലെ തന്നെ ഇരിക്കണല്ലോ. ഇനി ഇൻഡിഗോനെ മൊത്തം കളർ മാറ്റിയാണ് മതി. എന്താണ് കാര്യം? എന്നാൽ ഇത്തിഹാദിൻ്റെതാണ് എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം. ഞാൻ താഴെ നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിലൊരു പോക്കറ്റിലൊരു കാർഡ് ഉണ്ടാവുമല്ലോ, അതിൽ A320 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പയ്യൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി മാറുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് എന്താണ് A320 എന്ന് മനസ്സിലാക്കിയപ്പോൾ എയർബസ് 320 അതാണ് അത്. പക്ഷേ നമ്മൾ പല ആളുകളും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് പോലും കമ്പനീസാണ് ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ, ഇൻഡിഗോ. നമ്മൾ ആ എയർക്രാഫ്റ്റ് നോക്കാറില്ല ആക്ച്വലി. ഞാനന്ന് ഇൻഡിഗോക്ക് പോകുന്നതായിരുന്നെങ്കിലും ഇത്തിഹാദിന് പോകുന്ന തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എയർക്രാഫ്റ്റ് എല്ലാം സെയിമാണ് അല്ലേ? ഇത് പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വിചാരിച്ചോ വിശാലമായിരിക്കും, ഇവരുടെ ചെറുതൊന്നും ഉണ്ടാവില്ല, വലുതായിരിക്കും എന്നുള്ളൊരു ധാരണയാണ് എനിക്കൊന്ന് പറ്റിയത് ആക്ച്വലി. ഈ മേഖലയിലെ ഇപ്പം ആണുങ്ങളും മാത്രമല്ല സ്ത്രീകളും ഉണ്ടല്ലോ അല്ലേ? അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കാണുന്നില്ല. എന്താ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം നിൽക്കും?
ഉണ്ട്, ഒരുപാടുണ്ട്. സ്ത്രീകളും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ US-ലും അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഫീമെയിൽ പൈലറ്റ്സ് ഉള്ളതിനേക്കാളും കൂടുതൽ ഫീമെയിൽ പൈലറ്റ്സ് ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അതെ, റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഇതിൽ പറയുകയാണെങ്കിൽ ഇതിൽ ഫീമെയിൽ പൈലറ്റ്സ് മെയിൽ പൈലറ്റ്സ് പറഞ്ഞത് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല ആക്ച്വലി. പൈലറ്റ്സ് അത്ര മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഈ പറയുന്ന പോലെ ഫീമെയിൽസിന് വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവരെ ഒരുപാട് വെൽക്കമിങ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഏവിയേഷൻ അല്ലെങ്കിൽ പൈലറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇൻഡിഗോ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയുടെ 77ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നുണ്ടായിരുന്നത്. അതിന്റെ ആഘോഷമായിട്ട് ഇൻഡിഗോ എന്ത് ചെയ്തു, 77 ഫീമെയിൽ പൈലറ്റ്സിന് എന്ത് ചെയ്തു, ഹയർ ചെയ്തു ഇവരെ കമ്പനിയിലോട്ട്. ഫീമെയിൽസിന് മാത്രമായിട്ടുള്ള വേക്കൻസി. കാരണം അത്രയും നമ്മൾ അവരെന്ത് ചെയ്യാണ്, വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുമല്ല, ഇപ്പം ഒരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പം മൊത്തത്തിൽ ഗ്ലോബലി ഒരു 5 to 6% ഫീമെയിൽ പൈലറ്റ്സ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 15 to 16% പൈലറ്റ്സ് ഉള്ളതിൽ ഫീമെയിൽ പൈലറ്റ്സ് ആണ് 15 to 16% വരുന്നത്. അപ്പം അവർ ഈ പറയുന്ന പോലെ നമുക്ക് ഒന്നുകൂടി അവർക്ക് വർക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ ആണ് ഈ ഒരു ഇൻഡസ്ട്രി. ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ പൊതുവെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ധാരണ ഉണ്ടായിരുന്നു, എയർ ഹോസ്റ്റേഴ്സ് ആണെങ്കിൽ ഫീമെയിൽ അല്ലെങ്കിൽ പൈലറ്റ്സ് ആണെങ്കിൽ മെയിൽ എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു സംഭവമൊക്കെ മാറി തുടങ്ങി. ഇപ്പം എയർ ഹോസ്റ്റേഴ്സിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽസും ഉണ്ട് ഫീമെയിൽസും ഉണ്ട്. അതേപോലെ പൈലറ്റ്സിലോട്ട് നോക്കുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫീമെയിൽ പൈലറ്റ്സും ഒക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഫേമസ് ആണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആണുങ്ങളെക്കാളും കൂടുതൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഫീമെയിൽ പൈലറ്റ്സും ഉണ്ട്. ഈ എൻ്റെ ഫാദറെ, എൻ്റെ പാപ്പ BSNL നിന്ന് റിട്ടയർഡ് ആയത്. BSNL നിന്ന് റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് എൻ്റെ ഫാദർ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ റഡാറിൻ്റെ എന്തോ ഒരു ഓപ്പറേറ്ററോ മെക്കാനിക്കോ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അതായിരുന്നു എൻ്റെ ഫാദറിൻ്റെ അൽഹംദുലില്ലാ ജോലി ആദ്യത്തെ. അപ്പോൾ ഈ പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, പട്ടാളത്തിൽ ചേരുമ്പോൾ ഇവർ അവിടെ യുദ്ധവിമാനങ്ങളൊക്കെ അല്ലേ പറത്തണത് ആക്ച്വലി. അവിടെ വേറെ കൊമേഴ്ഷ്യൽ അങ്ങനെ. അപ്പോൾ അതിലൊക്കെ പഠിക്കാനോ അല്ലെങ്കിൽ അതിലൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആക്ച്വലി? അതായത് നമുക്ക് പൈലറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ഒരു 3-4 വഴികളുണ്ട് പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതൊന്നും വേണം, നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് ഫണ്ടിങ് ചെയ്തിട്ട് നമുക്ക് പൈലറ്റ് ആവാൻ പറ്റും. ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ പഠിക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫിസിക്സിനും മാത്സിനും കിട്ടി സൗത്ത് ആഫ്രിക്കയിൽ പോയി വേണമെങ്കിൽ പഠിക്കാം, നമ്പർ 1. അതൊരു രീതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് അത്ര ചെയ്യാൻ വയ്യ, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ പൈലറ്റ് ആവുക എന്ന് പറയുന്നത് ആ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർഫോഴ്സിലോട്ട് പോകാൻ പറ്റും. ഇതിന് മെയിനായിട്ട് 2 ഇതാള്, NDA അല്ലെങ്കിൽ AFCAT എന്ന് പറഞ്ഞിട്ട് 2 എക്സാം. ഈ 2 എക്സാം 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ NDA വഴി നമുക്ക് എയർഫോഴ്സിലോട്ട് പോവാം. ഈ ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ AFCAT എക്സാം ക്ലിയർ ചെയ്തിട്ടും എയർഫോഴ്സിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ സീറോ കോസ്റ്റ് ഒരാൾക്ക് എങ്ങനെ പൈലറ്റ് ആകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എയർഫോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി അല്ലേ? അതാണ് നമുക്കുള്ള ഒരു ഓപ്ഷൻ. ഇന്ത്യയിൽ നമുക്കുള്ള ഒരു ഓപ്ഷൻ. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഇപ്പൊ ഈ പറയുന്ന പോലെ അവരുടെ എയർഫോഴ്സിന്റെ അണ്ടറിൽ അവരായിരിക്കും കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. പിന്നെ ഒരു 7 years അല്ലെങ്കിൽ മിനിമം ഇത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ബോണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിട്ടയർഡ് ആയിട്ട് പിന്നെ നമുക്ക് ഈ കൊമേഴ്ഷ്യൽ ഏവിയേഷനിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാനും പറ്റും. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയർഫോഴ്സിൽ ഒരാൾ പൈലറ്റ് ആയിരുന്നു വിചാരിക്കാം. അയാൾ എന്തായാലും ഇപ്പോൾ എൻ്റെ ഫാദർ കുറച്ച് മുമ്പ് VRS എടുത്തിട്ട് ഫാദർ BSNL പോയാളാണ്. അപ്പോൾ അങ്ങനെ ഉള്ളൊരാൾ ബേസിക്കലി അയാൾക്ക് അവിടെ നിന്ന് റിട്ടയർമെൻറ്റിന് ശേഷം വേണമെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റ് ആകാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ? അങ്ങനെ ഒരുപാട് ചെയ്യാറുണ്ട്. നമുക്കിപ്പം എയർ ഇന്ത്യയിലും ഓരോപ്പോൾ ഫ്ലൈ ചെയ്യുന്ന ക്യാപ്റ്റൻസിനെ എടുത്തു നോക്കുകയാണെന്ന് തന്നെ അവർ പറയാറുണ്ട്. ഞങ്ങൾക്ക് അറിയുന്ന പൈലറ്റ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് ഞാൻ കൂടെ ഫ്ലൈ ചെയ്തിരുന്ന ക്യാപ്റ്റനെ എയർഫോഴ്സ് റിട്ടയർഡ് പൈലറ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇപ്പൊ നോർമലി ഒരു പൈലറ്റിന് എത്ര മണിക്കൂറാണ് പറക്കാനായിട്ട് സാധിക്കുക? ഇപ്പൊ നമുക്ക് ഒരു ദിവസം മാക്സിമം പറക്കാൻ പറ്റുന്നത് 10 മണിക്കൂറാണ്. 10 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു വീക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 35 hours നമുക്ക് മാക്സിമം പറക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ 100 hours. പിന്നെ ഒരു ഇയറിലേക്ക് നോക്കുകയാണെങ്കിൽ 1000 hours. ഓക്കെ, ഇതാണ് ലിമിറ്റേഷൻ വരുന്നത്. അതിലേറെ നമുക്ക് പറക്കാൻ പറ്റൂല. ഞാനൊരു കാര്യം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ USA ജോലിയുള്ള ഒരാൾ, അയാൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 10 മണിക്കൂർ അല്ലല്ലോ ഒരു ഡെയിലി വരണ സാധനം. അത് ഏകദേശം 14-16 മണിക്കൂർ വരില്ലേ? അപ്പോൾ ഡൽഹി ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡൽഹിയിൽ നിന്ന് ഒരു ന്യൂയോർക്കിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ഏകദേശം 16 hours ഒക്കെ വരും. ഓക്കെ. അപ്പോൾ
16 hours എന്ന് പറഞ്ഞാൽ 10 hours എക്സീഡ് ചെയ്തില്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടാൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ആ സെക്ടർ. പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ക്രൂസ് ഉണ്ടാവും. അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് 2 പേരായിരിക്കും എന്ത് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത്. അവർ മിഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒന്നിട്ട് സ്വാപ്പ് ചെയ്യും. ലാൻഡ് ചെയ്യുന്ന ക്രൂ വേറെ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഓപ്പറേറ്റ് ചെയ്യാറ് വലിയ വലിയ സെക്ടേഴ്സൊക്കെ. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരാൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇവിടെ കൊച്ചിയിൽ നിന്ന് അമേരിക്ക ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ? കൊച്ചിയിലെന്നില്ല, കൊച്ചിയിൽ നിന്ന് ഇവിടെയൊക്കെ ഉണ്ട്, ലണ്ടനിലേക്കുണ്ട്, ഗാറ്റ്വിക്ക്. അവിടെ അത് മതി. എത്ര മണിക്കൂറാണ് ഉള്ളത്? 10 മണിക്കൂർ. കറക്റ്റ് 10 മണിക്കൂർ. ഇനി അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നാണുള്ളത്. ഡൽഹിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 2 ടീം ഉണ്ടാവും. 2 ടീം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഈ എയർ ഹോസ്റ്റേഴ്സും അതിനനുസരിച്ച് മാറും. എയർ ഹോസ്റ്റേഴ്സ് അല്ല, അവർ റെസ്റ്റ് എടുക്കാൻ വേറെ കമ്പാർട്ട്മെന്റ് അവർക്ക് ഉണ്ട്. ഓൾറെഡി എക്സ്ട്രാ ക്യാരി ചെയ്യുന്നുണ്ടാവും അവർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ നോർമൽ സാധനം. അപ്പോൾ എപ്പോഴും നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ അമേരിക്കയിൽ പോകണമെങ്കിൽ ടേക്ക് ഓഫ് ചെയ്ത പൈലറ്റ് അല്ല ലാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. എല്ലാ കാര്യത്തിലും പേടിക്കൊന്നും വേണ്ട. ഇവര് മിഡ് ഇയറിൽ വലിയ ബ്രീഫ് ചെയ്യും, എന്തൊക്കെ ഉണ്ടായിട്ടുള്ളത്, കാര്യങ്ങൾ എന്തൊക്കെയാണ് കറക്റ്റ് ബ്രീഫിംഗ് കൊടുത്തിട്ട് ടീം സ്വിച്ച് ചെയ്യും. ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് എവിടെ നിൽക്കുന്നത്, അതായത് ഫുള്ള് കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്കും. ഇപ്പം എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതൊക്കെ. ഞാനേ എനിക്ക് ഇത് പറയുമ്പോൾ വേറെ കാര്യം പറയാണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പലപ്പോഴും യാത്ര പോകുമ്പോൾ ഞാൻ ദുബായി പോകണമെന്ന് പറയുമ്പോൾ വിമാനത്തിലാണ് പോകാൻ പോണത്, സൂക്ഷിക്കണേ. സ്വാഭാവികമായിട്ട് പ്രായമായ പാരൻസും വീട്ടുകാർക്ക് അവർക്കൊരു ക്യൂരിയോസിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവുമല്ലോ ബേസിക്കലി. അപ്പം ഞാനൊരു ദിവസം എൻ്റെ വൈഫിനോട്, എടി ഞാൻ നെടുമ്പാശ്ശേരി വരെ ഒരു പ്രശ്നമില്ലാതെ റോട്ടിലൂടെ പോകണം, നീ ദുആ ചെയ്യണം. അത് ഒരു കുഴപ്പമുണ്ടാവില്ലേ. ബാക്കി 99% പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ റോഡിലൂടെ ഇവിടെ MG റോഡിലൂടെ പോകുമ്പോൾ ഒരു പയ്യൻ വട്ടം ചാടാനുള്ള പോസിബിലിറ്റീസ് 90% കൂടുതലാണ്. ശരിയല്ലേ? മറിച്ച് ഫ്ലൈറ്റിൽ പോകുമ്പോൾ സേഫാണ്. എന്തുകൊണ്ടാണ് ഫ്ലൈയിങ് ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള ജേർണിയാണെന്ന് പറയണതിൻ്റെ കാര്യം എന്തായിരിക്കും ആക്ച്വലി? അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നിപ്പം പറയുകയാണെങ്കിൽ റെഗുലേഷൻ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ റോഡിലൂടെ നമ്മൾ ചില സമയത്ത് നമ്മൾ ചെറുതായിട്ടൊക്കെ റൂൾസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ നമുക്ക് ഒരു കാരണവശാൽ നമുക്ക് എയറിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം മോണിറ്റർ ചെയ്യാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ബോർഡ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന നമ്മൾ ഒരു പെർട്ടിക്കുലർ നമുക്ക് തിന്നിട്ടുള്ള റൂട്ടിലൂടെ മാത്രം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലല്ല, അതൊന്നും പറ്റത്തില്ല. നമുക്ക് തിന്നിട്ടുള്ള ലെവലിലൂടെ മാത്രം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പോൾ 10,000 അടിയാണ് നമുക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നമുക്ക് മാറാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്രയും വട്ടം ടെസ്റ്റ് ചെയ്ത് സേഫാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ എയർക്രാഫ്റ്റൊക്കെ ഫ്ലൈ ചെയ്യാൻ നമ്മൾ റിലീസ് ചെയ്യുന്നത്. ഓരോ ഫ്ലൈറ്റിൻ്റെ മുന്നേ പൈലറ്റ്സ് നോക്കും. പൈലറ്റ്സിൻ്റെ പുറമെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഇവരെ എയർക്രാഫ്റ്റ് ഇൻസ്പെക്ട് ചെയ്ത് ഈ പറയുന്ന പോലെ ഇത് ഫിറ്റ് ടു ഫ്ലൈ അല്ലെങ്കിൽ ഇത് ഫ്ലൈ ചെയ്യാൻ റെഡി ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് ഫ്ലൈ ചെയ്യാൻ നമ്മൾ റെഡി ആക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ATC ഇവര് കുറെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവരൊരു പാർട്ടാണ് ഇങ്ങനെ ഈ പറയുന്ന പോലെ ആക്സിഡൻസ് കാര്യങ്ങൾ ഇല്ലാണ്ടാവാനുള്ളത്. അപ്പം ഈ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് ഇന്ന് പൈലറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അതില് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം 1 in a million ആണ് സാധാരണ പറയാറ്. 10 ലക്ഷത്തിൽ 1 എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഈ പറയുന്ന പോലെ ആക്സിഡന്റ് കാര്യങ്ങൾ വരത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അത്രയും നമുക്ക് സേഫ് ആയിട്ടാണ് നടക്കുന്നത്. പിന്നിലുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ കാസിമ, നമ്മളിപ്പോൾ പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ദുബായിലേക്ക് പോകേണ്ടിയിരുന്നത് വിമാനം ബാംഗ്ലൂർ ഇറക്കിയെന്നോ അല്ലെങ്കിൽ തിരിച്ചിറക്കിയെന്നോ ഒക്കെ വാർത്തകൾ കേൾക്കാറുണ്ടല്ലോ. ബേസിക്കലി യന്ത്രത്തകരാറ് മൂലമാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ആക്ച്വലി അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് ആക്ച്വലി? ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാലിക്കറ്റിലേക്ക് ഒരു എയർക്രാഫ്റ്റ് വരാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൾട്ടർനേറ്റ് എയർഡ്രോം എന്ന് പറയും. നമ്മൾ പ്രീ പ്ലാൻഡ് ആണ് ഈ കാര്യങ്ങളൊക്കെ. അതായത് ദുബായിൽ നിന്ന് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഫെയിലർ വന്നാൽ നമ്മൾ എവിടേക്ക് പോകണം, അത് നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എഞ്ചിൻ ഫെയിലറായി, ഷാർജ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിരിക്കാം. ഒരു എഞ്ചിൻ ഫെയിൽ ആക്കി നമ്മൾ എന്ത് ചെയ്യും, ഷാർജയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് കാലിക്കറ്റിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഷാർജയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ എൻ റൂട്ടിൽ നമുക്കൊരു ഓൾട്ടർനേറ്റ് ഉണ്ടാവും. ഇപ്പോൾ എൻ റൂട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്ക് പോകണം തീരുമാനിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ ഒരു ഓൾട്ടർനേറ്റ് ഉണ്ടാവും. അത് ഈ എയർക്രാഫ്റ്റ് കാലിക്കറ്റ് എത്താനായി, കാലിക്കറ്റ് എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് വിചാരിക്കാം, വെതർ ഭയങ്കര ബാഡ് ആണെങ്കിൽ നമ്മൾ എവിടേക്ക് പോകണമെന്ന് ആദ്യം പ്രീ പ്ലാൻഡ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോയമ്പത്തൂരോ ബാംഗ്ലൂർ ആയിരിക്കും ഓൾട്ടർനേറ്റ് വരിക. കാരണം ഇപ്പോൾ വെതറിൻ്റെ കേസ് ആണെങ്കിൽ കാലിക്കറ്റ് വെതർ ബാഡ് ആണെങ്കിൽ കൊച്ചിൻ വെതർ ബാഡ് ആവും,
ട്രിവാൻഡ്രം വെതർ ബാഡ് ആവും, കണ്ണൂർ വെതർ ബാഡ് ആവും, ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഓക്കെ അതുകൊണ്ട് നമുക്കൊരു ബെറ്റർ വെതർ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ കോയമ്പത്തൂർ ചൂസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാംഗ്ലൂർ ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. കുറേ ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ഇതിന്റെ ബേസ് ചെയ്തിട്ട്. അങ്ങനെ അവിടെ പോയി ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വിമാനത്തിന് എത്ര എൻജിൻസ് ഉണ്ടാവും ബേസിക്കലി? വിമാനത്തിന്റെ ടൈപ്പിനനുസരിച്ച് നിൽക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എയർബസ് 320 ഒക്കെ ആണെങ്കിൽ 2 എഞ്ചിൻസാണ് വരുന്നത്. അപ്പോൾ ഒരു എഞ്ചിൻ കേടായ മറ്റേ എഞ്ചിനിൽ ഓടിക്കോളൂ സാധനം? ഓടും, പക്ഷെ ഒരുപാട് ദൂരത്തിന് ഓടാൻ വേണ്ടി നിൽക്കാറില്ല. അതിനു മുമ്പ് തന്നെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. പക്ഷെ അടിപൊളിയായിട്ട് പാസഞ്ചേഴ്സിനൊന്നും വലിയ അപകടം ഫീൽ ചെയ്യാതെ കൊണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇറങ്ങുന്ന എയർക്രാഫ്റ്റ് എല്ലാം ഈ പറയുന്ന ഓരോ എഞ്ചിൻ വെച്ചിട്ട് സേഫ് ആയിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും ഫ്ലൈ ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒക്കെ എക്യുപ്ഡ് ആയിട്ട് അത്രയും പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എയർക്രാഫ്റ്റ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഒരു എഞ്ചിൻ വെച്ചിട്ട് സേഫ് ആയിട്ട് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യും. പക്ഷെ അത് നമ്മൾ എന്തെങ്കിലും റിസ്ക് എടുക്കത്തില്ല. കാരണം ഒരു എഞ്ചിന് ഉള്ളൂ, പിന്നെ ബാക്കി അതും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫുൾ ഫ്ലൈറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യൂല. 2 എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ ഫുൾ ഫ്ലൈറ്റ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഒരു എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കഴിയുന്നതും എത്രത്തോളം പെട്ടെന്ന് നമ്മൾ ലാൻഡ് ചെയ്യാൻ നോക്കും. ലാൻഡ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓഫീസർ. ഇപ്പോൾ പാസഞ്ചേഴ്സുമായിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പാസഞ്ചർ വെറുതെ ഇരുന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അയാൾ ചിലപ്പോൾ ഡ്രിങ്ക്സ് അടിച്ചിട്ടായിരിക്കും കയറുന്നത്. ഇപ്പോൾ എയർ ഹോസ്റ്റസിനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു, കൂടെയുള്ള പാസഞ്ചേഴ്സിനെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു ഡിസിഷൻ എടുത്തിട്ട് ഇയാളെ കെട്ടിപ്പൊട്ടിയിടാനുള്ള ഡിസിഷൻ പറയണത് ക്യാപ്റ്റനാണോ ബേസിക്കലി? അതെ അതെ, ക്യാപ്റ്റന് അതിനുള്ള അധികാരം ഉണ്ട്. ആക്ച്വലി ക്യാപ്റ്റനാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി. ആ എയർക്രാഫ്റ്റിൻ്റെയും ആ എയർക്രാഫ്റ്റിലുള്ള എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി വരുന്ന ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് തോന്നുകയാണ്, അതായത് എന്തെങ്കിലും സംഭവം ഈ എയർക്രാഫ്റ്റിന് ഈ ഒരു ഫ്ലൈറ്റിന് സേഫ് അല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ഫ്ലൈറ്റ് അബോർട്ട് ചെയ്യണം, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം, ഡിലേ ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ക്യാപ്റ്റന് എടുക്കാനുള്ള ആ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു പാസഞ്ചർ ഇങ്ങനെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പാസഞ്ചർ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ പാസഞ്ചറിനെ എയർക്രാഫ്റ്റിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് പുറത്താക്കാനുള്ള അധികാരം വരെ നമ്മൾ ക്യാപ്റ്റൻസിന് കൊടുക്കുന്നുണ്ട്. ക്യാപ്റ്റനാണ് അധികാരം മൊത്തം ഇരിക്കുന്നത്. അതെ അതെ. നിങ്ങളിപ്പോൾ ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ലേ, അപ്പോൾ അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? അതായത് സൗത്ത് ആഫ്രിക്കയിൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈവറ്റ് പൈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഫാമിലീസിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഷബാബ് അവൻ്റെ ഉപ്പാടെ കൂടെ ഫ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു വട്ടം അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ നമ്മളൊക്കെ കാർ ഓടിക്കാനും ബൈക്ക് ഓടിപ്പിക്കാനും ഒരുവിധ ആളുകളെല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ടാവുക, ഉപ്പാരായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷെ എനിക്ക് കിട്ടിയൊരു എൻ്റെ ലൈഫിൽ തന്നെ എപ്പോഴും ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് പറഞ്ഞ ട്രെയിനിങ് സമയത്ത് എനിക്ക് എൻ്റെ ഉപ്പാനെ എൻ്റെ തൊട്ടടുത്ത് ഇരുത്തിയിട്ട് ഒരു ഫ്ലൈറ്റ് എനിക്ക് കൊണ്ടുപോകാൻ പറ്റി. ആ സമയത്ത് ഞാനാണ് ഉപ്പാക്ക് കാണിച്ചു കൊടുത്തത് എന്ത് ഇങ്ങനെയൊക്കെയാണ് ഫ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഉപ്പാനെ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യം ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഓ പിന്നെ അത് ആ സമയത്ത് ചെറിയ ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ആണല്ലേ? പത്രത്തിലൊക്കെ വന്നിരുന്നു, മകൻ ഉപ്പാനെ വെച്ചിട്ട് ഫ്ലൈ ചെയ്തു എന്നുള്ളത്. നമുക്കത് എയർലൈൻസിൽ കയറുന്ന സമയത്ത് എല്ലാവരും ചെയ്യാറുണ്ട് സാധാരണ. അപ്പോൾ എയർലൈൻസിൽ കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോക്ക്പിറ്റിലായിരിക്കും, നമ്മുടെ ഉപ്പാരല്ലേ ഉമ്മാർ പാസഞ്ചർ സീറ്റായിട്ട് ബാക്കിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതിൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കോക്ക്പിറ്റിലായിരിക്കും നമ്മുടെ കൂടെ ഉപ്പുണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആരാണ് നമ്മൾ കൊണ്ടുപോകുന്ന അവരെ നമ്മൾ കോക്ക്പിറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ഇതാക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടും. അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ട്രെയിനിങ് എയർക്രാഫ്റ്റ് പറഞ്ഞാൽ 4 സീറ്റാണ്. അതിൽ ഫ്രണ്ടിൽ 2 സീറ്റും ബാക്കിൽ 2 സീറ്റും. ബാക്കിലാണ് പാസഞ്ചേഴ്സ് ഇരിക്കുക. നമ്മൾ PIC ആയിട്ട് നമ്മൾ ഫ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ, അതായത് കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരെ നമുക്ക് സൈഡിൽ ഇരുത്തിയിട്ട് പറയാം ഇതിലൊന്നും ടച്ച് ചെയ്യരുത്, ഞാനായിരിക്കും ഫ്ലൈ ചെയ്യുന്നുണ്ടാവുക, എന്തുണ്ടായാലും നമ്മൾ ടച്ച് ചെയ്യരുത്, ഞാൻ ട്രെയിൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇരുത്താൻ പറ്റും. അപ്പോൾ ഇവൻ ഈ സീറ്റിൽ ഇരുന്നിട്ട് ഉപ്പാനെ ഈ സീറ്റിൽ ഇരുത്തിയിട്ട് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഇവർക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചാൽ ഇത് പൊങ്ങും, അങ്ങനെ വലിച്ചാ കൊടുത്തില്ല. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ, വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങളെ കുറച്ചുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു അക്കാഡമി തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തത് പഠിക്കാമോ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ അവർക്കൊരു മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺസെപ്റ്റ്, എന്താണ് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് എന്താ ബേസിക്കലി? അപ്പോൾ ഞങ്ങൾ ഇതിലോട്ട് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിത്തം അല്ലെങ്കിൽ 10th 12th കഴിഞ്ഞതിന് ശേഷം ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ നിന്നല്ലോ. അപ്പോൾ കേരളത്തിൽ പൈലറ്റ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്.
ഞങ്ങൾ ആ സമയത്ത് കുറച്ചുകൂടി നല്ലോണം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ച സമയത്ത് ഇതിന് റിസോഴ്സസ് വളരെ കുറവാണ്. എങ്ങനെ ആവണം, ഏത് രൂപത്തിൽ പഠിക്കണം. ഇപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും, ഡിഗ്രി വേണോ പൈലറ്റ് ആവാൻ എന്നുള്ളത്. അപ്പം ഞാനൊക്കെ എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ ഡിഗ്രി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പൈലറ്റ് ആവാൻ പറ്റൂ എന്നുള്ളത്. 12th കഴിഞ്ഞ ഒരാൾക്ക് പൈലറ്റ് ആവാൻ പറ്റൂ എന്നുള്ള കാര്യം ഞാൻ എവിടെ നിന്നും കേട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് റോങ് ഇൻഫർമേഷനും അല്ലെങ്കിൽ തെറ്റായ വഴി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഇനി വരുന്ന ആൾക്കാർക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളൊരു സ്ട്രോങ് വിഷനിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് നമ്മുടെ അക്കാഡമിയിലുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു കംപ്ലീറ്റ്, അതായത് നമ്മുടെ അടുത്തോട്ട് വരുന്നൊരു സമയത്ത് ഈ ഒരു സ്റ്റുഡൻറ്റ് ഈ ഒരു ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് വരുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക. ആ ഒരു സ്റ്റുഡൻറ്റിന് ഒരു എയർലൈൻ കോക്പിറ്റ് എത്തിക്കുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ഗൈഡ് ചെയ്ത് കൊടുക്കുക പ്രോപ്പറായിട്ട്. അതിൻ്റെ അസിസ്റ്റൻസും അതിൻ്റെ ഈ പറയുന്ന പോലെ തിയറി ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു വിഷൻ. അതായത് ആ ഒരു സ്റ്റുഡൻറ്റ് എയർലൈൻ കോക്പിറ്റിൽ എത്തണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്ട്രക്ടർ ആകാനും പറ്റും. കാര്യം നിങ്ങൾ ഓൾറെഡി ഇത് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ഇത് ചെയ്യുന്നതാകുമ്പോൾ നിങ്ങൾക്കത് പറ്റുകയും ചെയ്യും അല്ലേ? ഞങ്ങളിപ്പം ഫ്ലൈയിങ് അവിടുത്തെ ഗ്രൗണ്ട് ഇൻസ്ട്രക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എവിടെയാണ് നമ്മുടെ അക്കാഡമിനെ കുറിച്ചുള്ള ഒരു എവിടെയാണ് വരുന്നത്? കാലിക്കറ്റ് ആണ്, ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഫേസ് 2 ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഞങ്ങൾ തന്നെയാണ് അവിടുത്തെ ഇൻസ്ട്രക്ടേഴ്സും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരു പൈലറ്റായ ആളുകളാണ് നിങ്ങൾ. ഇപ്പോൾ പൈലറ്റിന് ഇൻസ്ട്രക്ടറായിട്ട് ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അവേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. നമ്മുടെ വീഡിയോ കണ്ട് പല ആൾക്കാരും വിളിക്കും. അവർക്കൊക്കെ ഒരു പക്ഷേ ഇനി പൈലറ്റ് ആകാനുള്ള ആഗ്രഹം, അവരുടെ മക്കളെയൊക്കെ പൈലറ്റ് ആകണം നിങ്ങൾക്കൊന്ന് അഡ്വൈസ് ചെയ്യും. തീർച്ചയായും. അപ്പോൾ താങ്ക് യു സോ മച്ച് സാബിത്ത്, കാസിം, ഷബാബ്. വീണ്ടും കാണാം. താങ്ക് യു.